ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതം ആത്മനഃ യേഷാം ആദിത്യവത് ജ്ഞാനം പ്രകാശയതി തത് പരം. ആത്മനഃ ജ്ഞാനേന, ആത്മനഃ ആത്മാവിന്റെ ജ്ഞാനേന ജ്ഞാനം കൊണ്ട്, ആത്മാവിനെ അറിയുക എന്ന അറിവുകൊണ്ട് അത് ഹേതുവായി യേഷാം, യേഷാം എന്ന് പറഞ്ഞാൽ യാതൊരുത്തരുടെ, ഏവരുടെ തത് അജ്ഞാനം, ആ അജ്ഞാനം നാശിതം, നശിപ്പിക്കപ്പെടുന്നു എന്ന് പറയും. ഏതുപോലെ എന്നിട്ടോ തേഷാം ജ്ഞാനം തു, അവരുടെ അറിവാകട്ടെ തത്പരം, ആ പരമമായ തത്വത്തെ പറയുന്നു ആദിത്യവത് പ്രകാശയതി, സൂര്യനെ പോലെ ആദിത്യനെ പോലെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയാം. ഈ ഒരു അറിവ് സ്വാമിജി പറയും എത്ര മൂർച്ചയുള്ളതിനെയും അത് മൃദുവാക്കുന്നു, എത്ര കാഠിന്യമാർന്നതിനെയും അത് മൃദുവാക്കുന്നു. ആ അറിവ് ജ്വലിക്കുന്നതോടുകൂടി എല്ലാം തന്നെ ഈയാമ്പാറ്റകൾ എങ്ങനെയാണോ വന്ന് ഹോമിക്കപ്പെടുന്നത് അതുപോലെ അജ്ഞാനജന്യങ്ങളാകുന്ന വികാര വിചാരങ്ങളാകുന്ന ഈയാമ്പാറ്റകൾ ഈ അറിവിലേക്ക് ഹോമിക്കപ്പെടുന്നു. എന്നിട്ടോ ഇതങ്ങനെ ആദിത്യവത് പ്രകാശയതി, സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. ഗായത്രിയൊക്കെ ചൊല്ലുമ്പം ഈ ഒരു ഭാവമാണ് നമുക്ക് വേണ്ടത്. ഒരിക്കലത് വെളിപ്പെട്ടാൽ പിന്നെ അത് മാഞ്ഞു പോവില്ല എന്ന് പറയും. എന്നെങ്കിലും ഒരിക്കലത് സംഭവിക്കണം. നമ്മൾ ഈ ഒരു ശ്ലോകത്തെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പറയാൻ തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലായിട്ടുള്ളത് ഒരു നല്ലൊരു ഉദാഹരണത്തിലൂടെയാണ് പറയാം. അതായത് നമ്മൾ രാത്രിയിൽ ഒരു പുതിയ സ്ഥലത്തേക്ക് എത്തുന്നു. ഒരു പുതിയ സ്ഥലത്ത് എവിടെയെങ്കിലും നമ്മൾ എക്സ്കർഷനോ അല്ലെങ്കിൽ വല്ല ടൂറിനോ പുതിയ സ്ഥലം കാണാൻ വേണ്ടി പോകുന്നു. ഒരു രാത്രി 8 മണി 9 മണിക്കാണ് അവിടെ എത്തിയത്. നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പുറത്തങ്ങനെ എവിടെയാണോ ആ താമസ സ്ഥലം വലിയ പരിചയമൊന്നുമില്ല. ആ സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് രാത്രിയാണ്. ഒരു മിന്നൽ പിണരിൽ നാം അതിന്റെ ചുറ്റുപാടുമുള്ള പലതും കാണും. ഒരു മിന്നലിന്റെ ഒരു വെട്ടൽ എല്ലാം നമുക്ക് അവിടെ പ്രകടമാവും. അവിടെ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ, വൃക്ഷങ്ങൾ പൂത്തു നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാം. പിന്നീടുണ്ടാകുന്ന ഇരുട്ടിന് ഈ ആദ്യം കണ്ട മിന്നൽ പിണറിൽ കണ്ട കാഴ്ചയെ ഇല്ലായ്മ ചെയ്യാൻ എത്ര ശക്തി കൂടിയ ഇരുട്ടിനും സാധ്യമല്ലാണ്. ഇതാണ് അറിവിന്റെ തലം. ഒരിക്കൽ നിങ്ങൾ അറിഞ്ഞാൽ അത് പിന്നെ അത് അവിടെ ഇരിക്കും. നീന്തം പഠിച്ചതുപോലെയാണ്. നീന്തം പഠിച്ച ദിവസവും നീന്തിയിട്ടില്ലെങ്കിൽ മറന്നൊന്നും പോവില്ല, പോവും. മറ്റുള്ളതൊക്കെ ചിലപ്പോൾ മറന്നുപോകും. ഭാഷ പോലും മറന്നുപോവാം. മാതൃഭാഷ അല്ലാത്ത ഭാഷ, മാതൃഭാഷ പോലും മറന്നു പോകുന്നവരുണ്ട്. മലയാളം പ്രത്യേകിച്ച് കേരളത്തിലില്ല. മലയാളിയെക്കുറിച്ച് പറയാറ് ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട്, ഒരിടത്ത് മാത്രം ഇല്ല എന്നാണ് പറയുന്നത്. കേരളത്തിലൊഴികെ ബാക്കി എല്ലായിടത്തും മലയാളി ഉണ്ട്. അത് സ്വായത്തമാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടുപോവില്ല, നമ്മെ വിട്ടുപോവില്ല. അതുകൊണ്ട് ആദിത്യവത് ജ്ഞാനം ആദിത്യവത് പ്രകാശയതി, സൂര്യനെ പോലെ അത് ജ്വലിക്കുന്നു. സൂര്യൻ പ്രകാശിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളതൊക്കെ എല്ലാം ഇരുട്ടും, എല്ലാം. അതായത് രാത്രിയിൽ എന്തൊക്കെയാണോ ഭൂതമായും മറ്റു പലതുമായി നമ്മൾ കണ്ടത്, രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ ഭയം നീങ്ങിയില്ലേ? സൂര്യന്റെ അഭാവത്തിൽ നമുക്ക് എത്ര ഭയമാണ് പുറത്തിറങ്ങാൻ. നമുക്ക് ടോർച്ച് വേണം, ടോർച്ചൊക്കെ ഉണ്ടെങ്കിലും പേടിയാ, ഇരുട്ടിനെ പേടിയാ. സൂര്യൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നീങ്ങി. ഇതുപോലെ ഈ അറിവ് ഇങ്ങോട്ട് പ്രകാശിച്ചു കഴിഞ്ഞാൽ, അറിവിങ്ങോട്ട് പ്രകടമായാൽ എല്ലാം. അതുകൊണ്ടാണ് ഭഗവാൻ മുൻപ് നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ എന്ന് പറഞ്ഞത്. തദ്ബുദ്ധയസ്തദാത്മാനഃ തന്നിഷ്ഠാസ്തത്പരായണാ ഗച്ഛന്ത്യ പുനരാവൃത്തിം ജ്ഞാനനിർധൂതകൽമഷാഃ. തദ്ബുദ്ധയഃ തദാ ആത്മാനഃ തന്നിഷ്ഠാഃ തത്പരായണാഃ ഗച്ഛന്തി അപുനരാവൃത്തിം ജ്ഞാനനിർധൂതകൽമഷാഃ.
തദ്ബുദ്ധയ. തദ്ബുദ്ധയ എന്ന് പറഞ്ഞാൽ തത് അതിനെ, ബുദ്ധയ ബോധിച്ചവർ. അതായത് ആ പരമാത്മ തത്വത്തെ, ഏതെന്നാണോ ഈ പ്രപഞ്ചത്തിന് ആധാരമായത്, തനിക്ക് ആധാരമായി നിലകൊള്ളുന്നത്, അതിനെ അറിഞ്ഞവൻ എന്നാണ് തത്. അപ്പൊ അതിനെ അറിയേണ്ടതാണ്, അറിയാൻ യോഗ്യമാണ് എന്നൊക്കെയാണ്. തദാത്മാനഃ, അതെങ്ങനെ? തദാത്മാനഃ, അത് താൻ തന്നെയെന്ന്, പരമാത്മാവ് താനെന്നറിഞ്ഞവനാര്? തന്നിഷ്ഠഃ, ഇതൊക്കെ ഗംഭീരങ്ങളായ പ്രയോഗങ്ങളാണ്, ഉപനിഷത്തിലെ പ്രയോഗങ്ങളാണ്. തന്നിഷ്ഠഃ, തദ്നിഷ്ഠഃ, അതിൽ നിഷ്ഠയായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ അത് അതിലാണ് നിലകൊള്ളുന്നത്, മറ്റൊന്നിലല്ല എന്ന് പറയാം. അപ്പം തദ് ബുദ്ധയ, അതിനെ ബോധിച്ചവൻ, തദാത്മാനഃ, അത് തന്നെ തന്നെയായി അറിഞ്ഞവൻ, തന്നിഷ്ഠഃ, അതിൽ നിഷ്ഠയോടുകൂടിയിട്ടുള്ളവൻ, തത്പരായണഃ, അതിനെ പ്രാപ്യമായിട്ടുള്ളവൻ, അതിനെ പ്രാപിച്ചിട്ടുള്ളവൻ. ഈ ഹസ്താമലകനൊക്കെ അതാണ്. അത് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയാനില്ലേ, നാഹം മനുഷ്യോ നജദേഹ നജ യക്ഷ ഇത്യാദി, ഇതൊന്നും ഞാനല്ല എന്ന് എല്ലാറ്റിനെയും നിഷേധിച്ചുകൊണ്ട് ആരാണ് ഞാൻ, എന്താ ബോധസ്വരൂപനാണ് ഞാൻ എന്ന് പറയാൻ പറ്റുന്നത് അതിൽ പരായണനായതുകൊണ്ടാണ് പറയാം. അല്ലെങ്കിൽ ശിവോഹം ശിവോഹം എന്ന് പറയാൻ പറ്റുന്നത് അതിൽ പരായണനായതുകൊണ്ട് എന്ന് പറയാം. തത്പരായണ ജ്ഞാനനിർധൂത കന്മഷാഹ, പരമാർത്ഥ ജ്ഞാനം കൊണ്ട് പാകത വന്നിട്ടുള്ള അവർ, അപുനരാവൃത്തിം ഗച്ഛതി, പിന്നെ വീണ്ടും ജന്മത്തെ അവർക്കുണ്ടാകുന്നില്ല എന്ന് പറയാം. വീണ്ടുമുള്ള വരും, അതിനെന്തെങ്കിലുമൊക്കെ മതി എന്ന് പറയാം. ചെറിയ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ മതിയാവും, എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. നിങ്ങൾ സ്വാമി സമർത്ഥ രാംദാസിന്റെ കഥ കേട്ടിട്ടുണ്ടോ എന്ന് സ്വാമിക്ക് അറിയില്ല. സമർത്ഥ രാംദാസ്, അദ്ദേഹം ഒരു ചെറുപ്പത്തിൽ വലിയ ഇതൊന്നുമില്ല, അത്ര മിടുക്കനോ കാര്യമൊന്നുമല്ല, ഒരു വികൃതിയായിട്ടുള്ള കുട്ടിയായിരുന്നു. പഠിക്കുക എന്നുള്ളത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. സ്കൂളിലൊന്നും പോവില്ല. പിന്നെ അങ്ങനെ വലുതായ സമയത്ത് അവർക്ക് തോന്നി, രക്ഷിതാക്കൾക്ക് ആരൊക്കെയോ വന്ന് പറഞ്ഞു കല്യാണം കഴിപ്പിച്ചാൽ നന്നാവുന്നു. അതുകൊണ്ടാണ് പലരെയും അങ്ങനെ ഒരു ശ്രമം നടത്തി നോക്കുന്നു. എന്തായാലും അവരുടെ സമ്പ്രദായത്തിൽ നടുക്കൊരു തുണി കെട്ടും, തുണി ഉണ്ടാവും, വരനപ്പുറം വധു ഇപ്പുറം. ആ തുണി മാറ്റിയിട്ടാണ് വരന് ഈ മംഗല്യസൂത്രം എടുത്ത് കൊടുക്കുക, എന്നിട്ട് താലി കെട്ടുന്ന സമയം അങ്ങനെയാണ്. അപ്പൊ ഈ തുണി നീക്കി നോക്കിയപ്പം നാരായണൻ എന്നാണ് സമർത്ഥ രാംദാസിന്റെ പേരെന്ന്. തുണി നീക്കി നോക്കിയപ്പോ ആളെ കാണാനില്ല, ആള് പോയി കഴിഞ്ഞു കൂട്ടിയോ. അവരെല്ലായിടത്തും അന്വേഷിച്ചു, ആളെ കണ്ടിട്ടില്ല. ആള് നേരെ പോയത് വാരാണസിക്കാണ്. അവിടെ ഈ പഞ്ചവടിയാണ് ആള് കാണുന്നത്. അവിടുന്ന് നടന്നു നീങ്ങിയിട്ട് ഈ പഞ്ചവടിയിൽ പോയതോടുകൂടി അവിടെ നിന്ന് രാമായണമൊക്കെ ഓർമ്മ വന്നു. അവിടെ ഏതോ ഒരു ഹനുമാൻ ക്ഷേത്രത്തിലൊക്കെ പോയി. പിന്നെ ആളാകെ മാറുകയായിരുന്നു. ആകെ പിന്നീട് പഠനവും എത്രയോ വർഷം ഗുരുക്കന്മാരെ അന്വേഷിച്ച് പോകലും. അപ്പൊ ചെറിയ എന്തെങ്കിലും ഇപ്പൊ ചിലപ്പം ഇനി അങ്ങനെയൊക്കെ ആവാം. ചിലപ്പോ കല്യാണത്തിന് ഇരിക്കുന്ന അപ്പോഴായിരിക്കും തോന്നുന്നത് ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്ന്. എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഒരു കള്ളൻ രക്ഷപ്പെട്ട കഥ. ഒരു പഴയ ജമീന്ദാരുടെ പറമ്പിൽ ഒരു കള്ളൻ കയറിയുന്ന. കള്ളന് പണ്ടത്തെ കള്ളന്മാരൊന്നും അധികമൊന്നും മോഷ്ടിക്കില്ല. നാളികേരം, വാഴക്കൊല ഇതൊക്കെ മോഷ്ടിക്കുള്ളൂ. അയാൾ തെങ്ങിന്റെ മുകളിൽ കയറി മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. നാളികേരം ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചൊരു നിലാവുള്ള രാത്രിയായിരുന്നു. അപ്പൊ തെങ്ങിന്റെ മുകളിൽ നിന്ന് തന്നെ കണ്ടു ആളുകൾ വരുന്നത്. ആരാ? അവരുടെ കാര്യസ്ഥന്മാർ. അദ്ദേഹം തോന്നിയോ പിടിക്കപ്പെടുമല്ലോ എന്ന്. ഏതായാലും വേഗത്തിലിറങ്ങി ഇനി ഓടിയാൽ പിടിക്കും. അങ്ങനത്തെ പാകായപ്പം അവിടെ കരിയില കത്തിച്ചിട്ടിട്ടുണ്ട്. ആ കരിയില കുറച്ചെടുത്ത് കയ്യിൽ വെച്ചിട്ട് അങ്ങോട്ട് തേച്ചു നെറ്റിയിലൊക്കെ ഭസ്മാക്കി ഒരൊറ്റ ഇരുത്തം. വേഗത്തിലിറങ്ങിയതിന്റെ ക്ഷീണമുണ്ട്. അപ്പൊ അങ്ങനെ പ്രാണായാമം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് തൊഴിൽ സ്ഥിരമാക്കിയതുകൊണ്ട് ഒരു യോഗിയുടെ ശരീരം പോലെയാണ് ഇപ്പം. അതായത്
തെങ്ങ് കയറുന്നവരൊക്കെ ശ്രദ്ധിച്ചാറ് ഒരു യോഗിയുടെ ലക്ഷണമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇരുന്നു എന്നാ വന്നു നോക്കി. മറ്റവര് കണ്ടപ്പോ തോന്നി ഇത് കേമായിട്ടുണ്ടല്ലോ. കാരണം ഒരു യോഗി വന്നിരിക്കണു, അദ്ദേഹത്തിന്റെ യോഗശക്തി കൊണ്ട് നാളികേരൊക്കെ വീണിട്ടുണ്ട്. അതെ, ചുറ്റും നോക്കുമ്പോൾ നാളികേരം ഉഗ്രമായ തപസ്സിന്റെ ബലാണെന്നാ തോന്നുന്നത്. ഇവര് പോയി ജമീന്ദാരെ അറിയിച്ചു എന്നാ. ജമീന്ദാര് വന്നു. ജമീന്ദാരോട് ഇവര് പറഞ്ഞു, നോക്കൂ, ഇത് അങ്ങയുടെ അച്ഛനും അങ്ങുമൊക്കെ ചെയ്ത പുണ്യത്തിന്റെ സത്കർമ്മത്തിന്റെ ബലാണ്. ഈ ഭൂമിയിൽ ഒരു യോഗി വരിക, അതും ഇങ്ങനെ തെങ്ങിന്റെ ചോട്ടിലിരിക്കുക, പിന്നെ അദ്ദേഹത്തിന്റെ യോഗശക്തി കൊണ്ട് ഒരൊറ്റ പാകാവാത്തത് വീണിട്ടില്ല. എല്ലാം കൃത്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇദ്ദേഹം അപാരനാണ്. അദ്ദേഹത്തിന്റെ യോഗശക്തി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നാ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഏതായാലും അദ്ദേഹത്തിന്റെ ആ സമാധിക്ക് ഒരു ഭംഗം വരുത്തണ്ട. തെങ്ങ് നാളികേരം വീഴാണെങ്കിൽ വീഴട്ടെ, നിങ്ങൾ ആരും ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ അദ്ദേഹത്തിനൊരു ശല്യമാവരുത്. അതുകൊണ്ട് പ്രഭാതാവട്ടെ, എപ്പോഴാണ് അദ്ദേഹം ഉണരുന്നത് അപ്പൊ നമുക്ക് വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞു. ഇവരൊക്കെ ദണ്ഡനമസ്കാരം നടത്തിയിട്ട് അവർ പോയി എന്നാ. അദ്ദേഹം ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ അവരൊക്കെ പോയി എന്ന് ഉറപ്പുവരുത്തിയപ്പോൾ ഇയാൾ ഓടി. അവരാരും അറിയാതെ ഓടുന്ന ഓട്ടത്തിൽ ഈ ഇരുന്ന് കുറച്ചൊരു പ്രാണായാമം ഇതിനു മുമ്പ് ഇങ്ങനെ നിവർന്നിരുന്നിട്ടില്ലായിരുന്നു. ഏതോ ഒരു യോഗിയുടെ ചിത്രം എവിടെയോ കണ്ടൊരു ഓർമ്മയുണ്ട്. തൽക്കാലം അതാകാൻ വേണ്ടി ഒരു പ്രച്ഛന്നവേഷം ചെയ്യായിരുന്നു തൽക്കാലത്തേക്ക്. അപ്പൊ ഇവര് വന്ന് നമസ്കാരമൊക്കെ ചെയ്തു. ഇങ്ങനെയൊക്കെ ആയപ്പം എവിടെയോ എന്തോ ഒരു ചെറിയൊരു മിന്നല്. അങ്ങനെ ഓടിനാ കാട്ടിലേക്ക്. വെറും ഒരു സെക്കൻഡിൽ താനൊരു വേഷം കെട്ടിയപ്പം ഈ ജമീന്ദാര് പോലും എന്നെ നമസ്കരിച്ചുവെങ്കിൽ ഈ സത്യം ഒന്ന് അറിയണമല്ലോ. അങ്ങനെ ഓടി കാട്ടിലേക്ക് ഓടി ഒരു ഗുരുവിനെ പ്രാപിച്ചു. ഗുരുവിൽ നിന്ന് സത്യം ഗ്രഹിച്ചു എന്നാണ്. ഒരു നാളികേര ഒരു മോഷ്ടാവിന് സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ സംഭവിക്കും. രത്നാകരനൊന്നും ഇത് സംഭവിച്ചത് വലിയ ബുദ്ധിമുട്ട്, എന്താ പറയാ, ഒരുപാട് പ്രയത്നിക്കേണ്ടി വന്നിട്ടില്ല. ഒരു തയ്യാറാകലായിരുന്നു എന്ന് പറയാം. അപ്പൊ അതിലേക്ക് വീണു കഴിഞ്ഞാലോ പിന്നെ തദ്ബുദ്ധയ തദാത്മാനഃ തന്നിഷ്ഠ തത്പരായണ ജ്ഞാനനിർധൂത കന്മഷാഹ അപുനരാവൃത്തിം ഗച്ഛതി. പിന്നെ അവർക്ക് ഈ വരവുണ്ടല്ലോ, വീണ്ടും വീണ്ടുമുള്ള ജനിമൃതികള്, ആ ജനിമൃതികളില്ല എന്ന് പറയാം. അതായത് ഈ ഇവിടെ തന്നെയാണ് ഈ ജനിമൃതികളെല്ലാം. ആ ജനിമൃതികളെല്ലാം അതിവർത്തിച്ചുകൊണ്ട് ബോധസ്വരൂപനായി നിലകൊള്ളുന്നു. തുടർന്ന് അവൻ ഈ പ്രപഞ്ചത്തെ കാണുന്നത് എങ്ങനെയാണ്, അവന്റെ വീക്ഷണം എന്താണ് പറയും. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വപാകേ ച പണ്ഡിതാ സമദർശിനഃ. വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനി ച ഏവ സ്വപാകേ ച പണ്ഡിതാഹ സമദർശിനഃ. ഇതൊക്കെ ഭഗവത്ഗീതയിലെ വളരെ പ്രസിദ്ധങ്ങളായിട്ടുള്ള ശ്ലോകങ്ങളാണ്. ഈ ശ്ലോകത്തിന്റെയൊക്കെ ചിത്രങ്ങളുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഒരാള് ഇങ്ങനെ കാണുന്നതാണ് ഒരാനയുടെ ചിത്രം. ആ ആനയുടെ ചിത്രത്തിൽ ഒരു കൃഷ്ണന്റെ തല, പിന്നെ ഒരു പറയുന്ന നായ കഴിക്കുന്ന ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നവൻ, പിന്നെ എങ്ങനെ ഈ പറയുന്ന കുറെ ചിത്രങ്ങളുണ്ട്, കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ. വിദ്യാവിനയ സമ്പന്നേ, നോക്കൂ ഇവിടെ പറയുന്നത് വിദ്യയിൽ നിന്നുണ്ടായിട്ടുള്ള വിനയം കൊണ്ട്. വിദ്യ എന്നത് വിനയത്തിനായിട്ടുള്ളതാ. അതുകൊണ്ടാണ് വേദ്യം യയാ വിദ്യതേ സാ വിദ്യ. വേദ്യം യയാ വിദ്യതേ സാ വിദ്യ. ഏതൊന്നാണോ അറിയേണ്ടതിനെ അറിയിക്കുന്നത്, ഏതൊന്നാണോ അതാണത്രേ വിദ്യ. ആ വിദ്യ നേടിയാൽ എന്താ ഉണ്ടാകേണ്ടത്? വിനയം. അങ്ങനെ നേടേണ്ടത് നേടി വിനയം വന്നിട്ടുള്ള അവൻ ബ്രാഹ്മണനിൽ ഗവി, ഗൗ എന്ന് പറഞ്ഞാൽ പശുവിലും, ഗവി പശുവിലും, ഹസ്തിനി ആനയിലും, ശുനി ച നായയിലും പട്ടിയിലും, സ്വപാകേ ച ഏവ അതിനെ പാകം ചെയ്യുന്നവൻ,
ചണ്ടാലൻ അവനിലും പണ്ഡിതാഹ സമദർശിനഃ അവൻ സമത്തെ കാണുന്നു എന്ന് പറയും. ഇവിടെ അവൻ കാണുന്നു എന്നതാണ്. അവൻ വേർതിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ ഇന്നതാണ്, ഇന്നതിനെ ദൂരെയാക്കണം എന്നൊന്നും അവന് യാതൊരു മത്സരവും ഇല്ല എന്ന് പറയാം. എന്തെങ്കിലും ഒന്നിനായിട്ട് യത്നിക്കേണ്ടതുണ്ട് എന്നവൻ അറിയുന്നില്ല. അതാണ് അവന്റെ വലിയൊരു ആശ്വാസം. അതാണ് ഈ സമദർശിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഒന്നിനും വേണ്ടി പ്രത്യേകിച്ച് പ്രയത്നിക്കാത്തവൻ. കാരണം എല്ലാമായി തീർന്നവനാണ്. എല്ലാമായി തീർന്നവൻ എന്തെങ്കിലും പ്രത്യേകം ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. വളരെ രസമായിട്ടുള്ള ഒരു വല്ലാത്തൊരവസ്ഥയാണത്. അതായത് ഒരു യോഗി ഇങ്ങനെ നടന്നു പോവുക, ഇങ്ങനെ ഈ ഭാവത്തിലുള്ള ഒരാൾ അങ്ങനെ നടന്നു പോവുക. അപ്പൊ നടന്നു പോകുന്ന സമയത്ത് പിറകുന്ന് കാറ്റടിക്കുന്നുണ്ട്. കാറ്റടിച്ച് അയാളുടെ മുടി ഇങ്ങനെ മുൻപിലേക്ക് വരുന്നു. അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞു നടന്നു. ഇതാണ് ആളുടെ അവസ്ഥ എന്ന് പറയാം. അതായത് കാറ്റിനോട് പോലും താൻ മല്ലടിക്കുന്നില്ല. ഇതിപ്പോ നിങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താ പറയാ, നമ്മുടെ ആലുവയ്ക്ക് പോകണം. അപ്പൊ നിങ്ങൾ മറൈൻ ഡ്രൈവിൽ അങ്ങോട്ട് പോകുമ്പോൾ കാറ്റ് വന്ന് അടിക്കുമ്പോൾ നിങ്ങൾ പോർട്ട് കൊച്ചിക്ക് പോകണമെന്നല്ല. അങ്ങനെ ആരും ശ്രമിക്കും വേണ്ട. കാരണം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എതിരിടുന്നില്ല എന്ന് പറയാം. ഒരു എതിർപ്പ് പോലും ഇല്ല. എന്നാ ശരി, ഇത് വല്ലാതെ ഇങ്ങോട്ടേക്ക് തനിക്ക് അങ്ങോട്ട് തിരിഞ്ഞു നടക്കാം. തിരിഞ്ഞു നടന്നാലും താൻ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് പിടിക്കേണ്ടത്. വാച്യാർത്ഥമല്ല, ലക്ഷ്യാർത്ഥത്തിലേക്ക് വരണം. ഇതൊരു വല്ലാത്തൊരവസ്ഥയാണിത്. എന്താണ്? ഒന്നിനോടും എതിരിടാതെ അവനങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അവനങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അത് ബ്രാഹ്മണനോ നായാന്നോ ആനാന്നോ അതിനെ പാകം ചെയ്യുന്നവനോ ഒരു ഭേദവുമില്ല. ഓരോന്നിന്റെ എല്ലാം ആ സത്യമാണ് എന്ന് അവൻ അറിയുന്നു. അവനൊരു സർക്കസ് കൂടാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവനെല്ലാം കാണുന്നത് ഒന്നാണ്. അവിടെ എല്ലാം ഉണ്ടാവും. സർക്കസ് നടത്തുന്ന മാനേജര്, അവിടെ അല്ലാത്തവര്, എല്ലാവരും. ഒരു ഭേദവുമില്ല. ഭേദചിന്ത സമദർശിന പണ്ഡിത സമദർശിന. പണ്ഡിതനില് സമദർശിത്വമാണ്, ഭേദചിന്തകളില്ല എന്ന് പറയും. ഭേദചിന്ത ഒഴിഞ്ഞവനാണ് പണ്ഡിതൻ. തുടർന്ന് ഇഹൈവ തൈർജിതഃ സർഗഃ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. നമ്മൾ ഓരോരുത്തരെയും എവിടെയാണോ പ്രതിഷ്ഠിച്ചത് അവിടം പൂർണ്ണ മനസ്സോടുകൂടി അതിനെ സ്വീകരിക്കുക. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, എവിടെയാണ് നാം ഇപ്പോൾ അതിനെ പൂർണ്ണ മനസ്സോടുകൂടിയിട്ട് ഒരൽപ്പം പോലും വിഭജനം സൃഷ്ടിക്കാതെ പൂർണ്ണ മനസ്സോടുകൂടി അതിനെ അങ്ങോട്ട് ആവാഹിച്ച് പ്രതിഷ്ഠിക്കുക എന്ന് പറയാം. സാമ്യേ സ്ഥിതം തൈഹി ഇഹ ഏവ. ഇഹ ഏവ എന്നുള്ളതൊക്കെ അടിവരയിടേണ്ടതാണ്. അല്ലാതെ ഇനി ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ പോയിട്ട് ഇവിടുന്ന് നമുക്ക് ഇത് വിറ്റ് ഗുരുവായൂരിന്റെ അടുത്തൊരു ഫ്ലാറ്റ് എടുത്ത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ നിങ്ങൾ. വേണ്ടാന്ന് മതിയാക്കിക്കോളാൻ. എവിടെയാണോ അവിടെ എത്രയൊക്കെ കൊതുണ്ടെങ്കിലും അതിന്റെ നടുക്കിയിരുന്നിട്ട്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ആശ്രമത്തെ അല്ലെങ്കിൽ ബദ്രിനാഥില് ഇപ്പൊ പലരുമായിട്ട് സംസാരിക്കുമ്പം അവർ പറയുന്നത് ഇതാണ്. കുട്ടികളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്ത് അയച്ചിട്ട്, സ്വാമി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾക്ക് അത്യാവശ്യം പെൻഷനും ഉണ്ട്, പിന്നെ ഒരു ഫ്ലാറ്റ് ഗുരുവായൂർ അങ്ങോട്ട് എടുത്തിട്ട് ദിവസം അങ്ങോട്ട് തൊഴുത് ഇനി ശേഷിക്കുന്ന കാലം ഇത് ഭഗവത് പൂജയും അല്ലെങ്കിൽ അതുമായിട്ട് അങ്ങനെ കഴിയാം. സ്വാമി അതിനൊന്നും വിരോധമൊന്നും പറയല്ല. ഇനി വല്ലവരും അങ്ങനെ ഒക്കെ ഉണ്ടാവുകയെ, പലർക്കും ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ. പക്ഷെ ആ ചിന്ത വേണ്ട എന്ന് പറയാം. അതുകൊണ്ട് അല്ല ഇവിടെ ഗീതയിൽ പറയുന്നത് ഇഹ ഏവ എന്നതാ. ഈ ഏവ എന്നൊക്കെ ഉള്ളത് വലിയ ഇഹയ്ക്ക് ചേർത്ത് വെച്ചിട്ടുള്ളതാ. ഏവ ഇവിടെ തന്നെ, എവിടെയാണോ അപ്പട്ടെ
അപ്പട്ടെ ഇരുന്നിട്ട്. എന്നിട്ട് എന്തു വേണം? ഈ സർഗ സംസാരം ജിത ജയിക്കപ്പെടേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരെയും എവിടെയാണോ പ്രതിഷ്ഠിച്ചത് അവിടം പൂർണ്ണ മനസ്സോടുകൂടി അതിനെ സ്വീകരിക്കുക. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, എവിടെയാണ് നാം ഇപ്പോൾ അതിനെ പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് ഒരൽപ്പം പോലും വിഭജനം സൃഷ്ടിക്കാതെ പൂർണ്ണ മനസ്സോടുകൂടി അതിനെ അങ്ങോട്ട് ആവാഹിച്ച് പ്രതിഷ്ഠിക്കുക എന്ന് പറയാം. സാമ്യേ സ്ഥിതം തൈഹി ഇഹ ഏവ. ഇഹ ഏവ എന്നുള്ളതൊക്കെ അടിവരയിടേണ്ടതാ. എവിടെയാണോ അപ്പട്ടെ ഇരുന്നിട്ട്. എന്നിട്ട് എന്തു വേണം? ഈ സർഗ സംസാരം ജിത ജയിക്കപ്പെടേണ്ടതാണ്. അത് നമ്മളെ ചന്തയുടെ നടുക്കാണ് നമ്മൾ ഇരുത്തിയിരിക്കുന്നത് എങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട്. വേറെ എവിടെയെങ്കിലും പോയാൽ കിട്ടും എന്ന് വിചാരിക്കേണ്ട. എന്നിട്ടോ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ പരമമായ ബ്രഹ്മത്തെ നിർദോഷം ദോഷരഹിതമായി സമം ഹി വ്യത്യാസമില്ലാത്തതായിട്ട് അവൻ കാണണം. അല്ലെങ്കിൽ അത് സമമാണ്, വ്യത്യാസമില്ലാത്തതാണ്. അത് ഹേതുവായി തസ്മാ അതുകൊണ്ട് തേ അവർ ബ്രഹ്മണി സ്ഥിതാഹ പരമമായ ആ ബ്രഹ്മത്തോട് ചേർന്ന് നിൽക്കും. ഈ 1-ാം അധ്യായത്തില് നമ്മൾ ധർമ്മക്ഷേത്രേ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങിയത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷീയതേ ഇതി ക്ഷേത്ര എന്നാണ്. നശിക്കുന്നതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിന് എന്തുണ്ട്? നാശമുണ്ട്. ധർമ്മത്തിന് നാശമുണ്ടോ? ഇല്ല, നാശമില്ല എന്ന് പറയാം. അപ്പൊ നാശമുള്ളത് നാശമില്ലാത്തതുമായിട്ട് ചേർന്ന് നിൽക്കുക. നാശമുള്ളതിനെ നാശമില്ലാത്തതുമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഈ നാശമില്ലാത്തതിന് എന്തുണ്ടാവും? നാശമുള്ളതിനും നാശമില്ലായ്മ വരും. ഏതുപോലെ എന്നാൽ ഇരുമ്പ് നിരന്തരം അഗ്നിയുമായുള്ള സമ്പർക്കം ഹേതുവായി അഗ്നിയുടെ സ്വഭാവത്തെ ഇരുമ്പ് സ്വീകരിക്കുന്നത് പോലെ. പിന്നെ ഒരു പീസ് അഗ്നി അതിലങ്ങനെ ഈ കൊല്ലന്റെ ആലയിൽ അങ്ങനെ ഇട്ട് ചൂടാക്കി അത് ഈ കൽക്കരിയുടെ കൂട്ടത്തിൽ ഇങ്ങനെ കിടന്നിട്ട് അതിങ്ങനെ അദ്ദേഹം ഇങ്ങനെ കറക്കി ആ അഗ്നികുണ്ഡത്തിലേക്ക് അദ്ദേഹം ഈ കൊടിൽ വെച്ച് അതിനെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിടും. അപ്പൊ പുതിയതായിട്ട് ഒരാള് കത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വന്ന ഒരാള് അതിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൽ ഇരുമ്പിന്റെ കഷ്ണമൊന്നും കാണില്ല. പുതുതായിട്ട് വന്ന ആൾക്ക് കാണാൻ പറ്റില്ല. ഇദ്ദേഹം അതിൽ നിരന്തരം ഇതാക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കരിക്കട്ട ഏത് ഇരുമ്പ് കട്ട ഏത് എന്നറിയാം. അത് അഗ്നി പോലെ ഉണ്ടാവും അത് പീസ്. ഇതുപോലെ എന്താ പറയാ, നാശമായിട്ടുള്ള അതിന് ഈ നാശമില്ലാത്തതുമായിട്ട് ചേരുമ്പം അതായി തീരും അത് എന്ന് പറയാം. കഴിഞ്ഞ ദിവസം ഇവിടുന്ന് നമ്മൾ യജ്ഞം കഴിഞ്ഞു പോകുമ്പോൾ ഇവിടെയുള്ള ഒരു ശ്രോതാവ് സ്വാമിയോട് ഒരു സയൻസ് പറയുകയായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്നത് നല്ലതാണ്. അത് നമ്മളും അപ്പൊ ആലോചിക്കുകയായിരുന്നത്. അതായത് നിങ്ങൾ റെയിൽവേ ട്രാക്ക് കണ്ടിട്ടുണ്ടാവും ഇല്ലേ? റെയിൽവേ ട്രാക്ക് കണ്ടിട്ടില്ലേ? റെയിൽവേ ട്രാക്കിൽ ഈ റെയിൽ പാളം ഇരുമ്പാണ്. അതിൽ കുറെ ഉരുക്കിന്റെ അംശമുണ്ട്. ഇരുമ്പാണ്. ഈ ഇരുമ്പ് ഒരിക്കലും തുരുമ്പ് പിടിക്കുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? റെയിൽ പാളത്തിന് ആരും പെയിന്റ് അടിക്കാറുമില്ല തുരുമ്പ് ആവാതിരിക്കാൻ. എന്നാൽ അതേ റെയിൽ പാളം കൊണ്ട് തന്നെ നിർമ്മിച്ചിട്ടുള്ള റെയിൽവേയുടെ ഗേറ്റും അതുപോലെ സൈൻ ബോർഡുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ തുരുമ്പ് പിടിച്ചിട്ട് അതങ്ങനെ മുറിഞ്ഞ് അങ്ങനെ തുരുമ്പ് പിടിച്ച് അങ്ങനെ പോകുന്നതൊക്കെ കാണാം. പക്ഷേ റെയിൽ പാളം ഒരിക്കലും തുരുമ്പ് പിടിക്കാറില്ല എന്ന് പറയാം. അതിന്റെ കാരണം എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഈ രണ്ട് റെയിലുകൾ തമ്മിൽ യോജിപ്പിക്കുന്നുണ്ട്. നെട്ടും ബോൾട്ടോട്ട് യോജിപ്പിക്കുന്നുണ്ട്. അതല്ലാതെ ഈ റെയിലിനെ ഇനി എപ്പോഴെങ്കിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. ചിലർ കണ്ടിട്ടുണ്ടാവും. നമ്മളിത് ബോംബെ നിന്നാണ് ശ്രദ്ധിച്ചത്. അപ്പൊ വിചാരിച്ചു അത് ഇലക്ട്രിക്കിന്റെ കണക്ഷൻ, ഇലക്ട്രിക് ട്രെയിനിന്റെ ഒരു എർത്ത് ഒരു പാളവും പിന്നെ മുകളിൽ ഒരു ഇതും ഉണ്ടല്ലോ, അങ്ങനെ രണ്ട് ഇതാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് ഇലക്ട്രിക് അല്ലാത്തടത്തും ഉണ്ട് അത്.
അവൻ റെയിലിനെ ഡ്രില്ല് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഒരു കമ്പിയെ കയറ്റി അതിനെ അവിടെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചേ കാണാം. എന്നിട്ട് ആ കമ്പി ഇങ്ങനെ വന്നിട്ട് അടുത്ത ഈ റെയിലിലേക്ക് അതിനെ അതുപോലെ വെൽഡ് ചെയ്ത് അതിനെ പിടിപ്പിച്ചിട്ടുണ്ട്. മഗ്നീഷ്യമാണ് അതിന് ഉപയോഗിക്കുന്നത് അത്രേ. എന്നിട്ട് ഈ ഇതിനെ ഭൂമിക്ക് അടിയിലേക്ക് താഴ്ത്തിയിരിക്കുക. എപ്പോഴാണോ ഇതിന് തുരുമ്പ് എന്ന പ്രക്രിയ, ആ രാസപ്രവർത്തനം അവിടെ ഇല്ലാതെയാക്കാണ്, ന്യൂട്രലൈസ് ചെയ്യാണ് അതിനെ. ഒരിക്കലും അങ്ങനെ ഒരു പ്രവൃത്തി എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കില്ല. എപ്പോഴാണോ ഈ ലിങ്ക് പോകുന്നത് അപ്പൊ അത് തുരുമ്പിക്കാൻ തുടങ്ങും. നിങ്ങളിത് വേണമെങ്കിൽ ഈ നമ്മുടെ യാർഡിലേക്കൊക്കെ ഉള്ള റെയിൽ ട്രാക്കിന് അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ചില ട്രാക്കുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ തുരുമ്പ് പിടിച്ച് കിടക്കുന്നത് കാണാം. വണ്ടി പോകാത്തത് മാത്രമല്ല, ഈ ബന്ധം ഇല്ലാത്തതിനൊക്കെ അതുണ്ട് എന്ന് പറയാം. അപ്പൊ ഈ ഒരു ബന്ധം സ്ഥാപിക്കൽ ഏതിലാണ് ഈ പറയുന്നത്? ബ്രഹ്മണി സ്ഥിത. അതിലേക്ക് ഈ കമ്പിയെ അടിച്ചു കയറ്റി കഴിഞ്ഞാൽ പിന്നെ അതിലിരുന്നോളൂ എന്ന് പറയാം. അതൊരു എർത്തിങ് ആണ്. എവിടെ? ബ്രഹ്മത്തിൽ കൊണ്ടുപോയിട്ട്. അങ്ങനെയാണെങ്കിലോ അവന് പിന്നെ യാതൊന്നും അറിയേണ്ടതില്ല. തേ ബ്രഹ്മണി സ്ഥിതാഹ. അവർ ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. പിന്നെ ഇരുമ്പ് തുരുമ്പ് വരില്ല എന്ന് പറയാം. നമ്മൾ തുരുമ്പിക്കില്ല. അല്ലെങ്കിലോ നമ്മൾ ഇങ്ങനെ തുരുമ്പിച്ചുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ട് നിർത്തിയണ്ടേ. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് സ്ഥാനം ഇത് തന്നെ. അവിടെ കൊണ്ടുപോയി അങ്ങോട്ട് സോൾഡർ ചെയ്യാന്നൊക്കെ പറയല്ലോ, വിടാതിരിക്കണം. അങ്ങോട്ട് വെൽഡ് ചെയ്യാന്ന് പറയാം, പൊട്ടരുത് എന്ന് പറയാം. നോക്കാം തുടർന്ന്. ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോ ദ്വിജേത് പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢഃ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ ന ഉദ്വിജേത് പ്രാപ്യ ച അപ്രിയം സ്ഥിരബുദ്ധി അസമ്മൂഢഃ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. ഇതൊക്കെ ഓർമ്മയിൽ വെച്ചോളൂ. എപ്പോഴൊക്കെയാണോ നമ്മൾ ഇതിൽ നിന്ന് ഇളകുന്നത്, ഇതിൽ നിന്ന് താഴെ വീഴുന്നത്, അതിന്റെ സൂചനകളാണ്. എന്തൊക്കെയാണ്? സ്ഥിരബുദ്ധി. ബുദ്ധി സ്ഥിരത ഉണ്ടായിരിക്കണം എന്ന് പറയാം. എന്താണ് സ്ഥിരബുദ്ധിയുടെ ലക്ഷണം? ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ഇതാണ് സ്ഥിരബുദ്ധി. സ്ഥിരബുദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. കൂർമ്മബുദ്ധി അല്ലെങ്കിൽ ആ ബുദ്ധി ഈ ബുദ്ധി. ബുദ്ധി പലവിധമുണ്ട്. ബുദ്ധിയെ 4 വിധത്തിൽ പറയാറുണ്ട്. ഒന്ന് മന്ദബുദ്ധി എന്ന് പറയും. മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളൊന്നും അറിയാത്ത അങ്ങനെ ഉള്ളത്. പിന്നെ സാമാന്യ ബുദ്ധിയുണ്ട്. അതെന്താണ്? സ്ഥൂലബുദ്ധി എന്ന് പറയും. രണ്ടാമത്തത് സ്ഥൂലബുദ്ധി എന്ന് പറഞ്ഞാൽ സാമാന്യം കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഒന്ന് തീക്ഷ്ണബുദ്ധിയാണ്. തീക്ഷ്ണബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കുക ബുദ്ധിയെ, മറ്റുള്ളതിൽ നിന്നൊക്കെ അടർത്തി മാറ്റിയിട്ട് വേറെ ഒന്നും അറിയില്ല. ഇയാൾക്ക് ഇത് മാത്രമേ അറിയൂ. വാനനിരീക്ഷണമാണെങ്കിൽ വാനനിരീക്ഷണം, വാനര നിരീക്ഷണമാണെങ്കിൽ വാനര നിരീക്ഷണം, ഏതെങ്കിലും രണ്ടും കൂടെ ഒരുമിച്ചില്ല എന്ന് പറയാം. പിന്നെ മന്ദബുദ്ധി, സ്ഥൂലബുദ്ധി, തീക്ഷ്ണബുദ്ധി, സൂക്ഷ്മബുദ്ധി. സൂക്ഷ്മബുദ്ധിയെയാണ് സ്ഥിരബുദ്ധി എന്ന് പറയുന്നത്. സൂക്ഷ്മബുദ്ധി ഇതിന്റെയൊക്കെ ആധാരത്തെ ദർശിക്കല. കാരണം അവനറിയുന്നു ബ്രഹ്മം സത്യം ജഗത് മിഥ്യ. നാമരൂപാദികൾക്കപ്പുറത്തുള്ള ആ സത്യവസ്തു അതേകമാണ്, അതിലാണ് ഇതെല്ലാം എന്നറിയുന്നത്. അത് ബുദ്ധിയെ സ്ഥിരമാക്കുന്നു. അസമ്മൂഢഃ, അജ്ഞാനം നീങ്ങിയിട്ടുള്ളവൻ. അത് ഹേതുവായി തന്നെ എല്ലാ അജ്ഞാനവും നീങ്ങിയിട്ടുള്ള ബ്രഹ്മണി സ്ഥിതഃ, ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നവനുമായ ബ്രഹ്മവിദ്, ബ്രഹ്മജ്ഞാനി. പ്രിയം പ്രാപ്യ, പ്രിയത്തെ, പ്രിയം എന്ന് പറഞ്ഞാൽ ഇഷ്ടമായതിനെ പ്രാപ്യ, പ്രാപിച്ചിട്ട് കിട്ടുന്നതുകൊണ്ട്, കിട്ടിയാല് ന പ്രഹൃഷ്യേ, അവൻ അധികം സന്തോഷിക്കുന്നില്ല. സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ്. നമുക്ക് അനുകൂലമായി നാം പ്രതികരിക്കുന്നതാണ് വസ്തുക്കളോട്, വിഷയങ്ങളോട്. അങ്ങനെ അനുകൂല പ്രതികരണം ഇല്ലാത്തവൻ ഒന്ന്. സ്വാഭാവികമായിട്ടും അപ്രിയം പ്രാപ്യ ന ഉദ്വിജേത് ച, അപ്രിയത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവനിൽ ഉദ്വേഗം, വിഷാദവും ഈ ദ്വന്ദ്വങ്ങൾ
അവനില് ഉണ്ടാകുന്നില്ല എന്ന് പറയാം. അപ്പൊ വിപരീതങ്ങൾ ഉണ്ടാകുന്നുവെങ്കിലോ അതിനും കാരണമായിട്ട് പറയുന്നത് എന്താ? ഇതാണ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മള് ഭക്തരായിട്ടുള്ള നമ്മള് വീണ്ടും ആലോചിക്കേണ്ടതുണ്ട്. എന്താണ് ഞാൻ ഈ ആളുകള് ഈ മുക്തി മോചനം എന്നൊക്കെ ഉള്ളതുണ്ടല്ലോ, ഈ എന്താ പറയാ പെൻഷൻ പോലെയാണ് ഭഗവാനോട് ആവശ്യപ്പെടുന്നത്. കുറച്ചു കാലം ഞങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. എന്ത് ജോലിയാ? അങ്ങയെ പൂജിച്ചിട്ടുണ്ട്, സഹസ്രനാമം ജപിച്ചിട്ടുണ്ട്, ഭഗവാനെ ഇത്ര കാലമൊക്കെ ഞങ്ങൾ ജോലി ചെയ്തിട്ട് ഇനി ഞങ്ങൾക്ക് പെൻഷൻ പോലെ അതാണല്ലോ ഈ അവസാന കാലത്ത് റിട്ടയർ ആകുമ്പോഴാണല്ലോ ഈ പെൻഷൻ കിട്ടുക. അപ്പൊ പെൻഷൻ പോലെ ആവശ്യപ്പെടുന്നു ഭഗവാനോട്. എന്ത്? മുക്തി, മോചനം. അതല്ല ഇത്, അങ്ങനെ കിട്ടേണ്ടതല്ല എന്ന് പറയാം. അതോ ഇതാണ് മോചനം. ഏത്? പ്രിയമാകട്ടെ അപ്രിയമാകട്ടെ അവൻ ന ഉദ്വിജതേ, അവനില് വിഷാദമോ ഉദ്വേഗമോ ഉണ്ടാകുന്നില്ല. ഈ ഒരു ലക്ഷണത്തെയാണ് ഇനി ബ്രഹ്മജ്ഞാനിയുടെ ലക്ഷണത്തെ ഭഗവാൻ അവതരിപ്പിക്കുക. തുടർന്നുള്ള ശ്ലോകങ്ങളിലെല്ലാം നോക്കാം. ബാഹ്യസ്പർശേഷ്വസക്താത്മാ വിന്ദത്യാത്മനി യത്സുഖം സബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയ്യമശ്നുതേ. ബാഹ്യസ്പർശേഷു അസക്താത്മാ വിന്ദതി ആത്മനി യത് സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖം അക്ഷയ്യം അശ്നുതേ. ബാഹ്യസ്പർശേഷു, ബാഹ്യം എന്ന് പറഞ്ഞാൽ പുറമെയുള്ള, സ്പർശേഷു ഇന്ദ്രിയ വിഷയങ്ങള്, ഇന്ദ്രിയ വ്യാപാരങ്ങളിൽ, അസക്താത്മാ അവനെന്താണ്? ആസക്തിയില്ലാത്തവനാണ് എന്ന് പറയാം. വളരെ പ്രധാനപ്പെട്ടതാണ്. ബാഹ്യമായ ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തനല്ല, എന്നാൽ ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കുന്നുമുണ്ട്. അത് മനസ്സിലാക്കണം. ജ്ഞാനിയെക്കുറിച്ച് പറയുമ്പം വേറൊരു സ്ഥലത്തേക്ക് മനസ്സ് പോകരുത് എന്ന് പറയാം. എപ്പോഴും സ്വാമിക്ക് പറയാനുള്ളത് അതാ. കാരണം ഇത് നമ്മളെക്കുറിച്ചാണ്, നമുക്കായിത്തീരേണ്ടതാണ്. അതിലൊരു സംശയവും വേണ്ട. അങ്ങനെ ഒരു സംശയത്തോടുകൂടി നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളൊക്കെ ഇതിന് അധികാരികളാണ്. അതെപ്പോഴും ഓർമ്മ വേണം. അപ്പൊ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്ന സമയത്ത് അയ്യോ നടപ്പില്ല സ്വാമി, ഇതെന്തൊക്കെ പറ്റും തോന്നണില്ല, അങ്ങനെ കരുതാതിരിക്കും. സാധ്യമാണ്, സാധിക്കാത്തതല്ല, വളരെ എളുപ്പമാണ്. എവിടെയോ എന്തോ ഒരു കൊളുത്തുണ്ട്, അതൊന്ന് നീങ്ങി കിട്ടിയാൽ മതി. അതെപ്പോഴാ നീങ്ങാന്നറിയില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഒരിക്കലും മനസ്സിൽ ഇത് തോന്നാതിരിക്കട്ടെ. ഒരു ദിവസം നിങ്ങൾ വന്നത് എങ്കിൽ ആ ഒരു ദിവസം മതി. അപ്പൊ എന്ത് വേണം? നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നതും പറയുന്നതും തമ്മിൽ പൊരുത്തമുണ്ടോ നോക്കണം. കാര്യങ്ങൾ വളരെ എളുപ്പമാണ്, ടെക്നിക്ക് വളരെ എളുപ്പമാണ്. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ വാക്കുകളും തമ്മിൽ ചേർച്ചയുണ്ടോ? മനോമേ വാചി പ്രതിഷ്ഠിതം വാങ്മേ മനസ്സി പ്രതിഷ്ഠിതം എന്ന് ഉപനിഷത്തിൽ പറയും. വാക്കില് മനസ്സും മനസ്സിൽ വാക്കും, തിരിച്ചും മറിച്ചും. ഇവിടെ ഈ ജ്ഞാനിയെ സംബന്ധിച്ച്, ജ്ഞാനിയെക്കുറിച്ച് പറയുമ്പം ഇങ്ങനെയാണ് വരുന്നത്. ബാഹ്യസ്പർശേഷു, പുറമേയുള്ള ഇന്ദ്രിയ വിഷയങ്ങള്, അതിന്റെ വ്യാപാരങ്ങള്, അതിലൊക്കെ അസക്താത്മാ, ആസക്തിയില്ലാത്തവൻ എന്ന് പറയുമ്പോൾ ഇത് വളരെ പ്രധാനമാണ്. തന്റെ ആഗ്രഹങ്ങൾ, അവിടെ ചിലതിനെയൊക്കെ നുള്ളേണ്ടതുണ്ട് എന്ന് പറയാം. നുള്ളെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ബലം കൊടുക്കൊന്നും വേണ്ട, അറിഞ്ഞു കഴിഞ്ഞാൽ പൊയ്ക്കോളൂ അത്. എന്നിട്ടോ ആത്മനി യത് സുഖം വിന്ദതി, ആത്മനി തന്നിൽ തന്നെ, ആത്മാവില് യത് സുഖം, യാതൊരു സുഖത്തെയാണ് വിന്ദതി അറിയുന്നത്, അനുഭവിക്കുന്നത്. മുല്ലയുടെ ഒരു കഥയുണ്ട്, കേട്ടിട്ടുണ്ടാവും. മുല്ലയെ സംബന്ധിക്കുന്നതാണ്, പക്ഷെ പല വിധത്തിൽ അത് പറയാറുണ്ട്. കടത്തുകാരനായിരുന്ന മുല്ലയുടെ തോണിയിലേക്ക് 3 പേര് വരും. അങ്ങനെ 3 പേരെയായിട്ട് തോണി നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലെ ഒന്നാമൻ ചോദിക്കും മുല്ലയോട്, മുല്ല പിന്നെ നിങ്ങൾക്ക് ബയോളജി അറിയുമെന്ന്. അപ്പം മുല്ല പറയും അറിയില്ല എന്ന്. എന്നാ നിങ്ങളുടെ കാര്യം പോക്കാം, ജീവിതത്തിന്റെ ഒരു 25% നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നാ പറയാം. അടുത്ത ആൾ ചോദിക്കും സുവോളജി അറിയുമെന്ന്. മുല്ല പറയും അറിയില്ല.
അതിന്റെ അടുത്ത ആൾ ചോദിക്കും സൈക്കോളജി അറിയുമെന്ന്, അതും അറിയില്ല. അപ്പൊ ഓരോരുത്തരും 25% മുല്ലയോട് പറഞ്ഞു നഷ്ടപ്പെട്ടു. ഇപ്പൊ മുല്ലയ്ക്ക് 75 നഷ്ടപ്പെട്ടിരിക്കുക, ഇനി 25 ഉള്ളൂ. കുറച്ച് നടുവിലെത്തിയപ്പോ മുല്ല ചോദിച്ചു, നിങ്ങൾക്ക് 3 പേർക്ക് ആർക്കെങ്കിലും നീന്തോളജി അറിയുമെന്ന്? 3 പേർക്കും അറിയില്ല എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, നിങ്ങളുടെ മുഴുവൻ ഇതാ പോകുന്നു. വളരെ രസകരമായിട്ടുള്ള ഒരു തമാശയാണെങ്കിലും, അതായത് മതപണ്ഡിതൻ അല്ലെങ്കിൽ ഈ മതപണ്ഡിതൻ എന്ന് പറയുമ്പം ഈ മതം, ഈ വിഷയം ഒരു തലക്കനമുണ്ടാക്കിയിരിക്കുന്നവൻ അതിന്റെ ഓളങ്ങളിൽ മുങ്ങിച്ചാവുന്ന സമയത്തുണ്ടല്ലോ, അതിനെ ജീവിതമാക്കിയവൻ അതിൽ നിന്ന് കരകയറണം. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് സ്വാമി അപേക്ഷിക്കുന്നത്. എന്താണ് ഇതില് നമ്മളങ്ങനെ നിലനിൽക്കണം എന്ന് പറയാം. തലയിലേക്ക് കയറ്റാനുള്ളതല്ല. മറ്റവൻ അതിലെങ്ങനെ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുക. നമുക്കോ നമ്മള് കയറിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. അതിനെ സ്വാത്മാവില് സാക്ഷാത്കരിക്കേണ്ടതുണ്ട്. അത് സാക്ഷാത്കരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യത് സുഖം വിന്ദതി ആത്മനി വിന്ദതി, ആത്മാവിൽ തന്നിൽ തന്നെ അതിനെ അനുഭവിക്കുന്നത്. ബ്രഹ്മയോഗയുക്താത്മാ, യോഗം കൊണ്ട് ബ്രഹ്മത്തിൽ ഐക്യം പ്രാപിച്ചിട്ടുള്ള, ഏകത വന്നിട്ടുള്ള അവൻ അക്ഷയ്യം, മരണമില്ലാത്ത, ക്ഷയമില്ലാത്ത സുഖം അശ്നുതേ, സുഖത്തെ പ്രാപിക്കുന്നു. അതിന് മരണമില്ല എന്ന് പറയാം. മരണത്തെ ജയിക്കുന്നവനാ. മരണത്തെ ജയിക്കാൻ പവർഗങ്ങളെ ജയിക്കണം എന്ന് പറയും. പവർഗത്തിന് അതീതനാവണം എന്ന് പറയും. എന്താണ് അത്ര പവർഗം? കേട്ടിട്ടില്ലേ? പവർഗം, കവർഗം, തവർഗം. ഭാഷയിൽ പവർഗത്തിൽ എന്തൊക്കെയുണ്ട്? പ, ഭ, വായോ, പ, ഭ, വ, ഭ, മ. പ എന്ന് പറഞ്ഞാൽ എന്താണ് അത്ര? പാപം. ഭ, ഫലം. പിന്നെയോ ഭ, ബന്ധനം. ഭ, ഭയം. അനന്തരം മ, മരണം. പവർഗങ്ങൾ നീങ്ങേണ്ടതുണ്ട്. പവർഗത്തെ ജയിച്ചവനാണ് അവൻ. ആര്? ജ്ഞാനി. അതുകൊണ്ട് അവൻ അക്ഷയം സുഖം അശ്നുതേ. മറ്റേതിലൊക്കെ ക്ഷയമുണ്ട്, ഇതിലൊക്കെ ഇരിക്കുന്നു ക്ഷയം. അക്ഷയം, ക്ഷയമില്ലാത്ത, ഒരിക്കലും നശിക്കാത്ത സുഖം എന്നിവിടെ പറയുമ്പം ആനന്ദം. സംസ്കൃതത്തിലെ സുഖം എന്ന് പറഞ്ഞാൽ ആനന്ദം എന്നാണ്. മലയാളത്തിലെ സുഖമല്ല. മലയാളത്തിലെ സുഖം ഇന്ദ്രിയാധിഷ്ഠിതമാണ്. ഇവിടെ സുഖം ഇന്ദ്രിയങ്ങൾക്കപ്പുറത്ത്, അനുഭവം, സ്വരൂപം എന്നൊക്കെ. അവൻ സ്വരൂപത്തെ അനുഭവിക്കുന്നു. തുടർന്ന് യേഹി സംസ്പർശജാ ഭോഗാഃ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവന്തഃ കൗന്തേയ ന തേഷു രമതേ ബുധഃ. യേഹി സംസ്പർശജാ ഭോഗാഃ ദുഃഖയോനയഃ ഏവ തേ ആദ്യന്തവന്ത ഹേ കൗന്ദേയ ന തേഷു രമതേ ബുധഃ. ബുധഃ ന രമതേ. ബുധൻ, ജ്ഞാനി, രമിക്കുന്നില്ല. എന്തിലൊക്കെ? ഹേ കൗന്ദേയ, അല്ലയോ കുന്തിപുത്ര അർജുന. സംസ്പർശജാഃ ഭോഗാഃ. സംസ്പർശജാഃ വിഷയജാതങ്ങളായ, വിഷയങ്ങളിൽ നിന്ന് ജനിച്ചതായ, ഉദ്ഭവിച്ചതായ ഭോഗാഃ സുഖാനുഭവങ്ങൾ. അതൊക്കെ ഏതൊക്കെയാണോ തേ അതെല്ലാം തന്നെ ദുഃഖയോനയഃ. ദുഃഖത്തിന്റെ യോനിയാണ്, ഉറവിടമാണ്. ദുഃഖത്തിന്റെ ഉദ്ഭവം, കേന്ദ്രങ്ങളാണ്. ഏത്? ഈ വിഷയങ്ങളൊക്കെ തന്നെ എല്ലാറ്റിൽ നിന്നും ദുഃഖങ്ങളെ കിട്ടുള്ളൂ. മകൻ വേണം എന്ന് പറഞ്ഞു, അതിൽ നിന്നും ദുഃഖമാണ് കിട്ടിയത്. മകൾ വേണമെന്ന് പറഞ്ഞു, അതിൽ നിന്ന് എല്ലായിടത്തും ഉണ്ട്. ഇത് കിട്ടാനുണ്ട്. ഇതല്ലാതെ കിട്ടുന്നുണ്ടെങ്കിൽ, കിട്ടിയവരുണ്ടെങ്കിൽ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് അതെല്ലാം തേ അവ ദുഃഖയോനയ, ദുഃഖത്തിന്റെ കാരണങ്ങളാണ്. ഹി എന്തുകൊണ്ടെന്നാൽ തേ അതെല്ലാം ആദ്യന്തവന്തഃ
അതിന് ആദിയും അന്തവും ഉണ്ട്. അതിനൊരു തുടക്കവും ഒടുക്കവും ഉണ്ട്. അതാണ് ഈ കുഴപ്പം. തുടക്കവും ഒടുക്കവും ഉള്ളതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്നത് എന്താണ്? ദുഃഖം. ദുഃഖമല്ലാത്ത വേറെ ഒന്നിനെയും അതിന് നമുക്ക് പ്രദാനം ചെയ്യാൻ സാധ്യമല്ല എന്ന്. തേഷു എന്ന് പറഞ്ഞ അതിൽ. അതുകൊണ്ട് ഈ അടുത്ത വരിയാണ് ശ്രദ്ധിക്കേണ്ടത്. തേഷു അതിൽ. അപ്പൊ അത് വേണ്ടാന്നല്ല. അതില് ബുധഃ എന്ന് പറഞ്ഞ ജ്ഞാനി, അറിവുള്ളവൻ, സത്യം ഗ്രഹിച്ചവൻ, ന രമതെ രമിക്കുന്നില്ല. ഇത്രയും ചെയ്താൽ മതി. തുടക്കവും ഒടുക്കവും ഉള്ളതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്നത് എന്താണ്? ദുഃഖം. ദുഃഖമല്ലാത്ത വേറെ ഒന്നിനെയും അതിന് നമുക്ക് പ്രദാനം ചെയ്യാൻ സാധ്യമല്ല എന്നാണ്. തേഷു എന്ന് പറഞ്ഞ അതിൽ. അതുകൊണ്ട് ഈ അടുത്ത വരിയാണ് ശ്രദ്ധിക്കേണ്ടത്. തേഷു അതിൽ. അപ്പൊ അത് വേണ്ടാന്നല്ല. അതില് ബുധഃ എന്ന് പറഞ്ഞ ജ്ഞാനി, അറിവുള്ളവൻ, സത്യം ഗ്രഹിച്ചവൻ, ന രമതെ രമിക്കുന്നില്ല. ഇത്രയും ചെയ്താൽ മതി. ബുധൻ അതിൽ രമിക്കുന്നില്ല. കാരണം അവൻ ജ്ഞാനിയാണ്. ഈ അറിവുണ്ടെങ്കിൽ വലിയൊരു സമാധാനം കേട്ടോ. ഏതെന്നും രക്ഷപ്പെടാം. ഈ ഒരാള് ഒരു ബാങ്കിലേക്ക് കടന്നു കയറിയിട്ട് ബാങ്ക് മാനേജറെ തോക്ക് ചൂണ്ടി എന്നിട്ട് എടുക്കാൻ പറഞ്ഞു കാശ്. ബാങ്ക് മാനേജർ വളരെ സമർത്ഥനായിരുന്നു. ബാങ്ക് മാനേജർ പറഞ്ഞു, നിങ്ങളൊരു ലോൺ അപ്ലൈ ചെയ്യുന്നേ, ഞാൻ നിങ്ങൾക്ക് ലോണ് തരാം, എത്ര ലക്ഷ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ലോണ് തരാമെന്ന് പറഞ്ഞു. വളരെ ആ ഫോം എടുത്തു കൊടുത്തു എന്നാ. കാരണം ഇന്ന് ലോൺ കൊടുക്കാൻ അവർ ഓടി നടക്കുകയാണ്, ആളുകളെ കിട്ടാനില്ല. അപ്പൊ ഈ തോക്കൊക്കെ ചൂണ്ടി വെറുതെ ഈ അനാവശ്യമായിട്ട് ബാങ്കിൽ വന്നിട്ട് ഇങ്ങനെ. അപ്പം അവര് എന്താ തേഷു ബുധഃ ന രമത്തെ. ബുധന്മാർ രക്ഷപ്പെടും, എവിടെയാണെങ്കിലും അവർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലാത്തവർക്കാണ് ബന്ധനം ഉണ്ടാക്കുന്നത്. അത് പുത്രനാണെങ്കിലും പുത്രിയാണെങ്കിലും പിതാവാണെങ്കിലും മാതാവാണെങ്കിലും സുഹൃത്താണെങ്കിലും എല്ലാം. അതുകൊണ്ട് ഇത് തിരിച്ചറിയുക, ഇതാണ് പ്രകാശത്തിന്റെ വഴി. ഈ വഴിയിലൂടെ നടന്നു നീങ്ങാൻ ഇതാണ് ഋഷിയുടെ ഈ നമുക്ക് ഇത് കേട്ടിട്ട് എന്ന് പറഞ്ഞാൽ ഇത് കേട്ടിട്ടില്ല. നമ്മൾ കേട്ടിട്ടുള്ളത് മുഴുവൻ പൊള്ളയായ വാഗ്ദാനങ്ങളാണ്. ആരുടെ? രാഷ്ട്രീയക്കാരുടെ. സ്വാമി അവരെ കുറ്റം പറയല്ല. പക്ഷെ നമ്മൾ ഏറെ ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മൾ ദിവസവും വായിക്കുന്നത് ഋഷി വചനങ്ങളൊന്നുമല്ല. പിന്നെയോ ഇത്തരം പൊള്ളയായ, ഇത്തരം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വാക്കുകളാണ്. അതുകൊണ്ട് വളരെ അപൂർവമായിട്ടാണ് നമ്മൾ ഋഷി വചനങ്ങൾ കാതോർക്കുന്നത്. ആ സമയത്ത് അത് ദഹിക്കില്ല ചിലപ്പോൾ. മറ്റതിന് നമ്മളിങ്ങനെ മോഹാലസ്യപ്പെട്ടിരിക്കുക, നാളെ കിട്ടും, ഇന്ന് കിട്ടും, മറ്റന്നാൾ ഇത് ശരിയാവും എന്നൊക്കെ കരുതിയിട്ട്. ഇതൊരിക്കലും ശരിയാവില്ല. അതുകൊണ്ടാണല്ലോ രാഷ്ട്രീയക്കാരനാവാൻ എന്താണ് അച്ഛാ യോഗ്യത എന്ന് ചോദിച്ചപ്പം അച്ഛൻ മകനോട് പറഞ്ഞു കൊടുത്തു, മോനെ എന്താ പറയുക, നാളെയെക്കുറിച്ചൊക്കെ പറയാൻ നിനക്ക് സാധിക്കണം, എന്നിട്ട് മറ്റന്നാൾ നീ അത് എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നുള്ളതിനെക്കുറിച്ചും പറയണം. ഇങ്ങനെ പലതും പറയാനുള്ള കഴിവ് നിനക്കുണ്ടെങ്കിൽ നീ നല്ലൊരു നേതാവാകുമെന്ന് പറയാം. അപ്പം വിവേകത്തെ വളരാൻ അനുവദിക്കുക എന്ന് പറയാം. എന്നിട്ടോ ഇതിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. ഭഗവാൻ തുടർന്ന് പറയുന്നു, ശക്നോതി ഹൈവയസ്തോടും പ്രാക്ശരീരവിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്ത സസുഖീ നരഃ. ശക്നോതി ഇഹ ഏവ യഹ സോടും പ്രാക് ശരീര വിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്ത സസുഖീ സമരഃ നരഃ. യഹ നരഃ, യാതൊരു നരനാണോ, നരൻ എന്ന് നമ്മളെ പറയുന്നത് നേതൃഗുണം ഉള്ളവൻ എന്നുള്ളത് കൊണ്ടാണ് നരൻ. പറഞ്ഞാൽ നമുക്ക് നയിക്കാൻ കഴിവുണ്ട്, നമ്മളെ സൃഷ്ടിച്ചതേ അങ്ങനെയാണ് എന്ന് പറയാം. അങ്ങനെയുള്ള യഹ നരഃ, യാതൊരു മനുഷ്യൻ ശരീരവിമോക്ഷണാത്, ശരീരമോചനത്തിന് മുൻപ്, ശരീര വിമോക്ഷണാത് പ്രാക്, മുൻപ് എന്ന് പറഞ്ഞാൽ മരണത്തിന് മുൻപ് തന്നെയാണ്. ശരീരത്തെ ഉപേക്ഷിക്കുന്നതിന് മുൻപ് ഇഹ ഏവ, വീണ്ടും
ഇവിടെ ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ, ഈ ജന്മത്ത്, ഈ ചുറ്റുപാടിൽ എന്നൊക്കെ എടുത്തുകൊള്ളണം. കാമക്രോധ സമുദ്ഭവം, കാമക്രോധങ്ങളിൽ നിന്ന് സമുദ്ഭവം ഉദ്ഭവിച്ചിട്ടുള്ള വേഗം, വേഗത്തെ, മനക്ഷോഭത്തെ, വേഗം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ചണ്ടവേഗൻ എന്നൊക്കെ നമ്മൾ ഭാഗവതത്തിൽ പഠിക്കുമല്ലോ, അത് വേഗത്തെ എന്തു വേണം? സോടും, സോടും എന്ന് പറഞ്ഞാൽ അടക്കാൻ, സഹിക്കാൻ, ശക്നോതി, ശക്തനാകുന്നു, കഴിവുള്ളവനാകുന്നു. ആകുന്നു എന്ന് ഭഗവാൻ ഇവിടെ പറയുമ്പം നമ്മൾ ആകണം എന്നാണ്. നമ്മളെ സംബന്ധിച്ച് ഇത് പ്രതിജ്ഞയാണ്. ആണ് ഒന്നറിഞ്ഞാൽ മതി. നമുക്ക് എന്തൊക്കെ നമ്മൾ സഹിച്ചിട്ടുണ്ട്, ഇല്ലേ? എത്രയോ സഹിച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ നമ്മൾ അതിന് കഴിവുള്ളവരാണ്. അങ്ങനെയുള്ള അവൻ യുക്തനാണ്. ഇന്ന് നമുക്ക് സഹിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് രണ്ടുമുണ്ട്. സഹിക്കാനും പറ്റും, സഹിക്കാതെ ഒരാളെ തട്ടിക്കൊണ്ടുപോയി, തട്ടിക്കൊണ്ടുപോയി എന്നാ ആള് നഷ്ടപ്പെട്ടു എന്ന് പരാതിയൊന്നുമില്ല പോലീസിൽ. നഷ്ടപ്പെട്ടു പോയ പരാതി കൊടുക്കണ്ടേ? പക്ഷെ ഇയാൾ വലിയ ശല്യക്കാരനായിരുന്നു, അതുകൊണ്ട് ആരും ഒന്നും പറഞ്ഞില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോ തട്ടിക്കൊണ്ടുപോയവര് ഈ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, 1,00,000 രൂപ തന്നിട്ടില്ലെങ്കിൽ ഇയാളെ അവിടെ തിരിച്ചു കൊണ്ടാക്കുന്നു. അപ്പൊ തട്ടിക്കൊണ്ടുപോയാലൊക്കെ പല വിധത്തില. കൊല്ലും എന്നല്ല പറയുന്നത്, ഇയാളെ അവിടെ കൊണ്ടാക്കും. അവർ 2 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞു എന്നാണ് കഥ. കാരണം ചിലപ്പോ ചിലരൊക്കെ പറയുന്നു, ഓ ഈ അച്ഛനെയൊന്നും ആരും തട്ടിക്കൊണ്ടുപോകണില്ലല്ലോ. സോടും ശകനോതി, സഹിക്കാൻ കഴിവുള്ളവനായിത്തീരുന്നു എല്ലാറ്റിനെയും. എന്തുകൊണ്ടെന്നാൽ തന്റെ അപാരമായ ജ്ഞാനത്താൽ, അതാണ് അവിടെ, തന്റെ അപാരമായിട്ടുള്ള ജ്ഞാനം കൊണ്ട് താൻ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നു. തന്നെ നിയന്ത്രിക്കുന്നു, മറ്റുള്ളതിന്റെ വരവും പോക്കിനെയും ഒക്കെ താൻ നിശ്ചലമായി അതിനെയൊക്കെ കാണുന്നു. സയുക്ത, അവൻ ആത്മ ഐക്യം പ്രാപിച്ച യുക്തനാണ്, യോഗിയാണ്, സ്ഥിരചിത്തനാണെന്ന് പറയാം. സസുഖി, അവനാണ് സുഖിമാൻ. അവനെക്കുറിച്ചാണ് ശങ്കരാചാര്യസ്വാമികള് യതിപഞ്ചകം അല്ലെങ്കിൽ കൗപീന പഞ്ചകം എന്ന് പറഞ്ഞിട്ടൊരു, കൗപീനവന്ത കലു ഭാഗ്യവന്ത. വാ, അവനെ പോലെ ആരാ? ഇവനല്ലാതെ ഇവനല്ലേ ഭാഗ്യവാൻ? അവനെങ്ങനെ നടക്കണു എന്ന് പറയാം. വെറൊരു കൗപീന മാത്രമേ ഉള്ളൂ. ഭാഗ്യവന്ത, ഭാഗ്യവാൻ. കാരണം എന്താ? സുഖിമാൻ. അവനിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നമ്മളൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ എടുത്തു വെക്കുമ്പം, തിരുമേനി ഒരിക്കലും ട്രെയിനിലേക്ക് കയറിയുന്ന വലിയ പെട്ടി എടുത്തുകൊണ്ട് തലയിൽ വെച്ചിട്ട്, അപ്പൊ തിരുമേനിയുടെ ആളുകൾ ചോദിച്ചു, എന്തിനാ തിരുമേനി ഈ പെട്ടി തലയിൽ വെച്ചിരിക്കുന്നത്? അപ്പൊ തിരുമേനി പറഞ്ഞു, പാവം വണ്ടി നമ്മളെയൊക്കെ ചുമക്കുന്നുവല്ലോ, അതുകൊണ്ട് ഞാനൊരു സഹായം ചെയ്ത. തിരുമേനി വലിയ ജ്ഞാനിയാണ്. ഏതായാലും നിങ്ങളൊക്കെ ചുമക്കുന്നതിനേക്കാൾ ഭാരം ഇതിനുണ്ട് എന്ന് തോന്നുന്നില്ല. നിങ്ങളുടെയൊക്കെ ശിരസിൽ പെട്ടി രൂപത്തിൽ ഭാരമൊന്നുമില്ലെങ്കിലും ഞാൻ കാണുന്നു നിങ്ങളൊക്കെ ഒരുപാട് ഭാരം ചുമക്കുന്നവരാണ് എന്ന്. നിങ്ങളെന്തിനാ അനാവശ്യമായിട്ട് ഞാൻ ചെയ്യുന്നതല്ലേ നിങ്ങളും ചെയ്യുന്നത്? അതായത് തിരുമേനി എന്താണോ ചെയ്തത് ഇവർക്ക് അബദ്ധമായി തോന്നിയത്, അത് തന്നെയാണ് നമ്മളും ചുമന്നുകൊണ്ട് നടക്കുന്നത്. നമ്മളിത് ചുമക്കേണ്ടവരല്ല, പക്ഷെ നമ്മളിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുക. ഇതാ മാർച്ചിൽ എന്താവും, കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടും, ഇത് ചുമന്നുകൊണ്ട് 10ാം ക്ലാസ്സിലെ ആർക്കൊക്കെ കുട്ടികളുണ്ടോ അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ നടക്കുക. കുട്ടികളെക്കാൾ തലക്കാൻ അവർക്കാണെന്ന് പറയും. വിവാഹപ്രായം എത്തി നിൽക്കുന്ന പെൺകുട്ടികളുടെ കാര്യത്തിൽ അച്ഛനമ്മമാര് ഇതും ചുമന്നുകൊണ്ട് നടക്കണം. അവർ പറയുന്നു നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ടെന്നില്ലേ. നമ്മൾ ഇടപെടുന്നു. ദിവസവും ഹോംവർക്ക് തെറ്റിക്കുന്ന കുട്ടി ഒരു ദിവസം പോലും ശരിയാക്കുന്നില്ല. ഇവൻ ടീച്ചർക്ക് മടുത്തു അവനെ കൊണ്ട്, അവനും മതിയായി എന്ന് പറയാം. അവസാനം കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഇവനെല്ലാം ശരിയാക്കാൻ തുടങ്ങി ഹോംവർക്ക്. അപ്പൊ ടീച്ചർക്ക് വളരെ ഒരു കൗതുകം തോന്നി. ടീച്ചർ ചോദിച്ചു, എന്താ ഇപ്പോ ഈയിടെയായിട്ട് ഹോംവർക്ക് എല്ലാം കൃത്യമാണല്ലോ, എന്താ കാര്യം? അപ്പൊ പറഞ്ഞു, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാ ചെയ്യുന്നു. അപ്പൊ മുൻപ് അച്ഛൻ സഹായിക്കുമായിരുന്നു. അച്ഛന്റെ സഹായം നിർത്തിയതോടുകൂടി ഇവന്റെ കണക്ക് ശരിയായി എന്ന് പറയാം.
സ സുഖീ ശക്നോതി, അവൻ എല്ലാറ്റിനെയും സഹിക്കാൻ തയ്യാറാവുന്നു. തുടർന്ന് യോന്ത സുഖോന്തരാരാമഃ തഥാന്തർജ്യോതിരേവ യഃ സയോഗീ ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. യഹ അന്തഃസുഖഃ ആത്മാരാമഃ തഥാ അന്തർജ്യോതിഃ ഏവ യഹ സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതഃ അധിഗച്ഛതി. യഹ യാതൊരുവൻ, വീണ്ടും യാതൊരുവൻ അന്തഃസുഖഃ തന്നിൽ തന്നെ സുഖം കണ്ടെത്തിയിട്ടുള്ള, ആത്മാവില് സുഖത്തെ സാക്ഷാത്കരിച്ചിട്ടുള്ളവൻ. ഇതരങ്ങളായിട്ടുള്ള ഒന്നും നമുക്ക് സുഖം തരുന്നത് അല്ല എന്ന് പറയാം. ഒന്നും നാം അനുവദിക്കുന്നില്ല എങ്കിൽ ഒന്നിനും സുഖം തരാൻ സാധ്യമല്ല. അത് നന്നായി ഓർത്തുകൊള്ളുക. അതുകൊണ്ട് തന്നെ അന്തരാരാമഃ ആത്മാരാമഃ എന്ന് പറയാം. അന്തരാത്മാവിൽ സന്തോഷിക്കുന്നവൻ. തഥാ അപ്രകാരം യഹ യാതൊരുവനാണോ അന്തർജ്യോതി, അന്തർജ്യോതി ആത്മാവിലെ ആ പ്രകാശത്തെ അനുഭവിക്കുന്നവൻ. ആചാര്യസ്വാമികൾ പറയും അന്തഃജ്യോതി ബഹിജ്യോതി പ്രത്യഗ്ജ്യോതി പരാത്പരഃ ജ്യോതിജ്യോതി സ്വയം ജ്യോതി ആത്മജ്യോതി ശിവോസ്മ്യഹം. എല്ലാം എന്താ പറയുക, പുറത്തും ജ്യോതി അകത്തും ജ്യോതി, എല്ലാം ജ്യോതി, സർവം ശിവമയം. അങ്ങനെ യഹ അന്തർജ്യോതി ഏവ, അവൻ ആത്മാവിൽ പ്രകാശമുള്ള അവൻ സഹ യോഗി, അവൻ യോഗിയാണ്. ബ്രഹ്മഭൂത, അവൻ ബ്രഹ്മമായി ഭവിച്ച് ബ്രഹ്മനിർവാണം എന്ന് പറഞ്ഞാൽ മോക്ഷത്തെ, നിർവാണം എന്ന് പറഞ്ഞാൽ മോക്ഷം, മോക്ഷത്തെ അധിഗച്ഛതി പ്രാപിക്കുന്നു എന്നാണ്. അവനാണ് മോക്ഷത്തെ പ്രാപിക്കുന്നത്. അപ്പൊ ആരാ ഈ മോക്ഷത്തെ പ്രാപിക്കുന്നത്? എന്താ ഈ മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞാൽ? തലയുടെ മുകളിൽ കൂടെ എന്തെങ്കിലും ജീവൻ പോകുന്നതാണോ? അല്ല എന്ന് പറയാം. എന്താ? അന്തശീതളിമ ആരാണോ അനുഭവിക്കുന്നത്, താൻ തന്നെ തനിക്ക് ഹൃദ്യമാകുന്നത്, താൻ തന്നെ തന്റെ സുഹൃത്തായിട്ടിരിക്കുന്നത്, തനിക്ക് ഇതരമായിട്ടുള്ള ഒന്നിന്റെയും ആവശ്യമില്ല, ഒന്നിന്റെയും. ഇപ്പൊ ഭാര്യയും കുട്ടികളും ഒക്കെ വീട്ടിൽ പോയി, അവരുടെ വീട്ടിൽ പോയി, വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഒരു വിഷമം, ഇങ്ങനെ താൽക്കാലികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വികാരങ്ങൾ നമുക്കുണ്ടാവുമല്ലോ. നിങ്ങളറിയാം, ഇങ്ങനെ ചിലതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അയ്യോ ഇപ്പം ഞാൻ അതപ്പതിച്ചു പോയോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള അത് അങ്ങനെയൊന്നും വിഷമിക്കേണ്ട, തൽക്കാലം അതിന് വിഷമിച്ചോളൂ. പക്ഷെ ഉടനെ അറിഞ്ഞേക്കണം, ഇതൊന്നും ശാശ്വതമല്ല. ഇങ്ങനെയുള്ള ചാൻസാണ് ഇടയ്ക്ക് അവരൊക്കെ വീട്ടിൽ വിട്ടു നിൽക്കുമ്പോൾ നമുക്കും കിട്ടുന്ന ഒരു നല്ല ചാൻസാണ്. എന്ത്? ഞാൻ ഏകനാണ്, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് സുഖം തരാൻ പോകുന്നതല്ല. ഇത് തിരിച്ചും നിങ്ങൾ അറിഞ്ഞോളുക. ഇടയ്ക്ക് ടൂറിന് പോകുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് കിട്ടുമല്ലോ സമയം, നല്ലത് തന്നെ നമുക്ക് നമ്മളായിട്ടിരിക്കാൻ. അപ്പൊ ഒന്നിനെയും ആശ്രയിക്കാതെ അന്തഃസുഖ അന്തരാരാമഃ അന്തജ്യോതി, ഇതൊക്കെ ഉള്ളിൽ നിന്ന് ജ്വലിക്കേണ്ടതാണ്, ഉള്ളിൽ നാം കണ്ടെത്തേണ്ടതാണ് നമ്മൾ. അവനാണ് ബ്രഹ്മനിർവാണത്തെ, മോക്ഷത്തെ അനുഭവിക്കുന്നത്. അപ്പൊ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിൽ തന്നെ താൻ ആനന്ദം കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മനിർവാണമായി, മോക്ഷമായി. അതുകൊണ്ട് അവന് ഒന്നിന്റെയും പിറകെ ഓടണ്ടെന്ന് പറയാം. അത് കിട്ടാത്തതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഓടേണ്ടി വരുന്നത്, പലതിലും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുമില്ല. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഓട്ടം നിർത്തും, എന്നിട്ടോ ഒന്ന് നിൽക്കും. ഇതൊരു മസില് പിടിച്ച് സാക്ഷാത്കരിക്കേണ്ടത് അല്ല. ഇപ്പൊ പറ്റുമോ, സാധിക്കുമോ നമുക്ക്? ഒരു മിലിറ്ററിയിലൊക്കെ ഉണ്ടല്ലോ, അറ്റൻഷൻ, അവരോട് പറയാ ഒരു പട്ടാള ചിട്ടയൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറയാം. നമുക്ക് കുറച്ച് കുട്ടികളെ സംഘടിപ്പിച്ചിട്ട് കുട്ടികളെ അങ്ങോട്ട് അറ്റൻഷൻ, കവിത ലിഖോ, കവിത എഴുതിക്കോളാൻ നടക്കുമോ?
ഇല്ല. അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് കവിത അങ്ങോട്ട് എഴുതാൻ പറഞ്ഞാൽ കവിത എങ്ങനെയാ വരിക? കവിത വരുന്നത് പോലെയൊക്കെയാണ്. ഇത് അങ്ങനെ മസിൽ പിടിച്ചാൽ നടക്കില്ല എന്ന് പറയാം. ഈ അന്തജ്യോതി കിട്ടണമെങ്കിൽ മസിലൊക്കെ ഒന്ന് അയയണം. അപ്പൊ പ്രശ്നങ്ങളെയൊക്കെ വരുമ്പം ഒന്ന് സാവകാശം, വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ ഒന്നുള്ളിലേക്ക് നോക്കുക എന്ന് പറയും. തുടർന്ന് ഭഗവാൻ പറയുന്നത് ആ സൂത്രങ്ങളൊക്കെയാണ്. എങ്ങനെയാണ് അതിനെ കൈവരിക്കേണ്ടത്? ലഭന്തെ ബ്രഹ്മനിർവാണം ഋഷയ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈധായതാത്മാനഃ സർവഭൂതഹിതേ രതാഃ. ലഭന്തെ ബ്രഹ്മനിർവാണം ഋഷയഃ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈത യഥാത്മാനഃ സർവഭൂത ഹിതേരതാഃ. സർവഭൂത ഹിതേരതാഃ ഭഗവത്ഗീതയിൽ ആവർത്തിച്ചു വരുന്ന ഒരു ശബ്ദമാണ് സർവഭൂത ഹിതേരതാഃ. ക്ഷീണകന്മഷാഃ, ക്ഷീണം ക്ഷയിച്ചിട്ടുള്ള, കന്മഷം പാപം തെറ്റിദ്ധാരണകൾ നീങ്ങിയിട്ടുള്ള, ഛിന്നദ്വൈതാഃ അതേപോലെ സംശയങ്ങളൊക്കെ നീങ്ങിയിട്ടുള്ള, വീണ്ടും അതിൽ നിന്ന് ജാതമായിട്ടുള്ള എന്തൊക്കെയുണ്ടോ അജ്ഞാനജന്യങ്ങളായിട്ടുള്ള എല്ലാ വാസനകളും നീങ്ങിയിട്ടുള്ള, യദാത്മാനഃ ആത്മനിയന്ത്രണം വന്നിട്ടുള്ളവൻ. ആത്മൻ ശബ്ദം ഇവിടെ മനസ്സിന്റെ നിയന്ത്രണത്തെയാണ്. മനസ്സിന് നിയന്ത്രണം വന്നിട്ടുള്ള, സർവഭൂതഹിതേരതാഃ സർവഭൂതങ്ങളിലും പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ ഒന്നൊഴിയാതെ അതിന്റെ ഹിതങ്ങളിൽ രതനായിട്ടുള്ളവൻ. അതിനോട് ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ അതിനെ സ്വതന്ത്രമായി വിടാനുള്ള ഒരു മനസ്സ്, ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കുക. അത് തന്നെ സർവഭൂതഹിതേരതാഃ. ഒന്നിനെ, ഒരു കിളിക്കുട്ടിയെ കിട്ടിയാൽ വളർത്തണം എന്നത് ദ്രോഹചിന്തയാണ്. ചിലപ്പോൾ നമ്മുടെ പ്രാണി സ്നേഹം അങ്ങനെയൊക്കെയാണ്. ഇതിനെയൊക്കെ കെട്ടിയിട്ട് വളർത്തുക, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. വീട്ടില് ആ കിളിക്കൂട്, ആ കൂട്, ഈ കൂട്, എന്നിട്ട് ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം, ഈ ടൂറും അതും ഇതൊക്കെ പോകുമ്പോൾ ഇത് കിടന്ന് പാവം കഷ്ടപ്പെടും. വരുമ്പോഴേക്കും പലതും ചത്തിട്ടുണ്ടാവും. ഋഷയഃ ബ്രഹ്മനിർവാണം ലഭതേ. ഋഷികൾ ആ ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു. ഇവിടെ തന്നെ ഇപ്പൊ തന്നെ അതിനെ പ്രാപിക്കുന്നു. മോക്ഷം എന്ന് പറഞ്ഞാൽ മരണാനന്തര ബഹുമതി എന്ന് കരുതിയതാണ് കുഴപ്പം. അവസാനം കിട്ടേണ്ടുന്ന ഒന്നാണ് എന്നല്ല, അവസാനം കിട്ടേണ്ടുന്നതല്ല. പരമോന്നത പരംവീര ചക്ര പോലെ അങ്ങനെയല്ല. മരണാനന്തരം മോക്ഷം കൊടുക്കുന്ന കർമ്മമൊക്കെ ഉണ്ട്. അത് ഒക്കെ വലിയ അത്ഭുതമാണ്. മരിച്ചതിന് ശേഷം ഇയാൾ മോചിതനായി. പിന്നെ എന്ത് മോചനാണ്? തുടർന്ന് കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിതഃ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. കാമക്രോധ വിയുക്താനാം, കാമക്രോധങ്ങൾ വേർപെട്ടവരായിട്ട്. ഇതൊക്കെയാണ് രിപുക്കൾ എന്ന് 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിഷയധ്യാനമാണ്, വിഷയധ്യാനത്തിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. അതുണ്ടായിക്കഴിഞ്ഞാൽ സർവനാശമാണ് ഫലം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ അഥവാ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി എങ്കിൽ, ആരെങ്കിലും നമ്മളെ ഇങ്ങനെ പറഞ്ഞു വിമർശിക്കുന്നുവെങ്കിൽ അത് നല്ലതാണ്. കാരണം നമുക്ക് നമ്മളെ അറിയാൻ സഹായിക്കും. വിമർശനം എപ്പോഴും സ്വാമിജി പറയും കണ്ണാടി പോലെയാണ്. മുഖം നോക്കാനുള്ള കണ്ണാടി പോലെയാണ്. കണ്ണാടി നമ്മളെ കാണാനുള്ളതാണ്. ഇതുപോലെയാണ് നമ്മുടെ വിമർശകരും നമ്മളെ അറിയാൻ, നമുക്ക് നമ്മെ അറിയാൻ നമ്മുടെ വിമർശകര് നമ്മളെ സഹായിക്കുന്നു. വിമർശനം എപ്പോഴും സ്വാമിജി പറയും കണ്ണാടി പോലെയാണ്. മുഖം നോക്കാനുള്ള കണ്ണാടി പോലെയാണ്. കണ്ണാടി നമ്മളെ കാണാനുള്ളതാണ്. ഇതുപോലെയാണ് നമ്മുടെ വിമർശകരും നമ്മളെ അറിയാൻ, നമുക്ക് നമ്മെ അറിയാൻ നമ്മുടെ വിമർശകര് നമ്മളെ സഹായിക്കുന്നു. നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അത് പിന്നെ അസൂയയുടെ ഫലമായിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്താലും വിമർശിക്കുക. അല്ലാത്ത വിമർശനങ്ങളൊക്കെ ആരോഗ്യപരമാണ്. നമുക്ക് നമ്മളെ തിരുത്താൻ നമുക്ക് സഹായകമാണ്. ആ രീതിയിൽ നമുക്ക് അവരോട് താങ്ക്സ് പറയാം.
പക്ഷെ നമ്മൾ താങ്ക്സ് പറയുമ്പോൾ അവർക്ക് ദേഷ്യം തോന്നുന്നുവെങ്കിൽ അങ്ങനെയുള്ളിടത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് നല്ലതാണ്. മറ്റേ അവര് നമ്മളൊരു താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ശരി, നിങ്ങളുടെ പലരും പറഞ്ഞു തുടങ്ങാൻ നിങ്ങളുടെ നന്മയെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാവില്ല. അവർക്ക് നമ്മളെ വിമർശിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ കാമക്രോധ വിയുക്താനാം, കാമക്രോധങ്ങളൊക്കെ വേർപെട്ടവരായി യഥചേതസാം. വീണ്ടും ഇവിടെ ഭഗവാൻ ഈ അധ്യായത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം മനസ്സിന്റെ സാമ്യാവസ്ഥയാണ്. ചേതസ്സിനെ നിയന്ത്രിക്കുന്നതാണ്, മനസ്സിനെ വശപ്പെടുത്തുക. അതാണ് യഥചേതസാം, മനസ്സിനെ വശപ്പെടുത്തിയവരായിട്ട് വിദിതാത്മാനം. വിദിതാത്മാനം എന്ന് പറഞ്ഞാൽ ആത്മാനം വിദിതം, ആത്മബോധം കൈവന്നിട്ടുള്ള യതീന, യതികൾക്ക്, യത്നം ചെയ്യുന്നവർക്ക്. യതികൾ എന്ന് പറഞ്ഞാൽ സന്യാസി, സന്യാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യമായിട്ടുള്ളത്, നമ്മിൽ നിന്ന് അന്യമായിട്ടുള്ളതല്ല. അവര് ബ്രഹ്മനിർവാണം, ജീവൻ മുക്തി, മോക്ഷം, സമാധി, അഭിതഃ, അവർക്ക് അഭിതഃ വർത്തതേ, ഉടൻ തന്നെ അവർക്കത് അതിൽ വർത്തിക്കുന്നു, അവരതിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്താ ഇതിങ്ങനെ ഭഗവാൻ ഇങ്ങനെ ആവർത്തിച്ച് ഇത് പറയുന്നത്? അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അറിയുക എന്നതും രണ്ട് അറിവ് എന്നതും, രണ്ടും വ്യത്യാസമുണ്ട്. എന്താ? അറിയുന്നതും അറിവും രണ്ടും രണ്ടാണ്. അറിയുക എന്നുള്ളത് എന്താണ്? അറിയുക എന്നുള്ളത് ശരിക്കും ഒരു ഉൾക്കാഴ്ചയാണ് എന്ന് പറയാം. അതിനെ നമ്മുടെ ഉപനിഷത്തിലൊക്കെ അന്തർദർശനം എന്ന് പറയും. അറിയൽ, അത് ഉൾക്കാഴ്ചയാണ്. മറ്റതോ അറിവ്. അറിവ് മറ്റുള്ളവർ പറഞ്ഞു തന്നത്, ഈ പുസ്തകത്തിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളത്, അത് തലമണ്ടയ്ക്ക് അകത്ത് കയറ്റി വെക്കല. അറിയലും അറിവും രണ്ടും രണ്ടാണ്. അറിയുന്നതോടുകൂടിയാണ് ഇവനിലെല്ലാം ഇത് മറ്റുള്ളതെല്ലാം കൊഴിഞ്ഞു വീഴുന്നത്, സംഭവിക്കുന്നത്. അതിനാണ് ഭഗവാൻ എന്തു പറഞ്ഞത്? കാമക്രോധാദികളെ ജയിക്കേണ്ടതുണ്ട്. 3 കാര്യങ്ങളാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ടത്. കാമക്രോധ വിയുക്തന്മാരായിരിക്കണം, യഥചേതസന്മാരായിരിക്കണം, വിദിതാത്മാക്കളായിരിക്കണം. ഇവരാണ് അതിനെ ജയിക്കുന്നത്. അപ്പൊ ഇവിടെയും ഭഗവാൻ ഒരു കാര്യം സൂക്ഷ്മ രൂപത്തിൽ പറഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾക്കത് പിടികിട്ടുന്നുണ്ടോ എന്നറിയില്ല. കാമക്രോധ വിയുക്തന്മാർ എന്ന് പറയുമ്പം ഇന്ദ്രിയ ജയം നേടിയിട്ടുള്ളവരാ. ഇന്ദ്രിയങ്ങളിലാണ് ഇതിനെ ജയിക്കേണ്ടത്. അതുകൊണ്ട് തസ്മാത് ഇന്ദ്രിയാണി ആദൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. അതുകൊണ്ട് അർജുന, ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യാൻ ആദ്യം നീ തയ്യാറാക്കൂ. അതുകൊണ്ട് ഇന്ദ്രിയ ജയത്തെ ഇവിടെ കാമക്രോധ വിയുക്തന്മാർ എന്നതുകൊണ്ട് സ്ഥാപിച്ചു. രണ്ടാമതുള്ളത് യഥചേതസ്സാണ്. യഥചേതസ് മനസ്സിന്റെ ജയത്തെ സൂചിപ്പിക്കുന്നതാണ്. എങ്ങനെയൊക്കെ പറഞ്ഞാലാണ് ഇത് നമ്മെ അനുഗ്രഹിക്കുക എന്നറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ആവർത്തിച്ച് പല പല പ്രകാരങ്ങളിൽ പറയുന്നത്. മൂന്നാമത്തേത് വിദിതാത്മാക്കൾ എന്നത് ബുദ്ധിയുടെ ജയത്തെയാണ്. വിദിതാത്മാക്കൾ, ആത്മാവ് വിദിതമാകുന്നത്, ബുദ്ധി ബോധിക്കുന്നത്, അവിടെ അറിയുക എന്നത് അവിടെയാണ്. നോക്കൂ, ആ അധ്യായത്തിൽ പറഞ്ഞത് എന്താ പറഞ്ഞത്? സൂര്യൻ, മനസ്സ്, ഇക്ഷ്വാകു എന്ന് പറയുമ്പം അതിൽ ആ ഒരു നഷ്ടപ്പെടാതെ അതങ്ങനെ ഒരുമിച്ച് നിൽക്കണം എന്ന് പറയാം. കൈമോശം വരാതെ ഇന്ദ്രിയത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന് ബുദ്ധിയിലേക്ക്. പക്ഷെ ഇത് മുഴുവനുണ്ട്, അതിങ്ങോട്ട് ഒഴുകുന്നില്ല. ഇതിന് തടസ്സം. ആ തടസ്സമാണ് നീക്കുന്നത് ഗീത. ഗീത അത്രേ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. അത് എപ്പം നീങ്ങുന്നറിയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ വയലില് ഈ മോട്ടോർ അടിച്ച് തടം കെട്ടിക്കൊടുത്തിട്ട് കർഷകൻ എന്ത് ചെയ്യും? വലിയ തൂമ്പയായിട്ട് ചെല്ലും. അപ്പൊ വയലിലൊക്കെ പോയി പരിചയമുള്ളവർക്ക് അറിയാം. അവരങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ചില കണ്ടെന്നാണല്ലോ പറയാ, പാടത്തിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടാവില്ല വേണ്ടത്ര. അപ്പൊ അവർ പോയി നോക്കുന്ന സമയത്ത് ഈ കരിയിലകളെല്ലാം കൂടെ വന്നിട്ട് പാടത്തേക്ക് കയറുന്ന ആ വഴി ആദ്യം അത് മുറിച്ചിട്ടുണ്ടാവും. അവിടെ പോയി നിന്ന് തടം കെട്ടി നിൽക്കുക. അതുകൊണ്ട് വെള്ളം അങ്ങോട്ട് കയറുന്നില്ല. അപ്പൊ അയാൾ തൂമ്പയായിട്ട് പോയിട്ട് ഒന്ന് നീക്കി കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ കാലുകൊണ്ട് വടി കൊണ്ട് ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് ഒഴുകുക എന്ന് പറയാം.
അപ്പൊ ഈ ഒഴുക്ക് എവിടെയോ നിൽക്കുന്നുണ്ട്, ഈ ചെറിയ ചില്ലറ കരടുകളെ കൊണ്ട്. അതൊന്ന് നീങ്ങണം, അത്രയേ ഉള്ളൂ. നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒഴുകിക്കോളൂ. അടുത്ത ഭഗവാൻ 2 ശ്ലോകങ്ങളെ ഒരുമിച്ച് അന്വയിപ്പിക്കുകയാണ്. ഈ അധ്യായം അതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നു അടുത്ത 3 ശ്ലോകങ്ങളെ കൊണ്ട്, എന്നിട്ട് ഉപസംഹരിക്കണം. തുടർന്ന് ഇപ്പൊ പറഞ്ഞു വരുന്നത് വളരെ ക്രമത്തിലാണ്. ഇനി ഇതിനെ നമ്മൾ സ്വാംശീകരിക്കേണ്ട വിദ്യ, ധ്യാനയോഗം, വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. ഈ അധ്യായത്തിലാണ് തത്വമസിയിലെ ത്വം പദത്തെ തത്പദത്തെയും കൂടെ സമന്വയിപ്പിക്കുന്ന കല ആരംഭിക്കുന്നത് ഇവിടെയാണ്. വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് എന്ന് പറയാം. സ്വാമിക്ക് നിങ്ങളോടുള്ള അപേക്ഷ, ഒരു ഗീതാ വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങളോടൊപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ പറയുന്നത് പുറത്തേക്ക് നോക്കാനുള്ളതല്ല, നമ്മളെപ്പോഴും പറയട്ടെ. പക്ഷെ നമ്മൾ എന്തുകൊണ്ടോ പുറത്തേക്ക് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇത് അവരെത്ര ഈ കാര്യത്തിൽ തെറ്റാണ് എന്നാണ്. അത് വിട്ടേക്കുക. എനിക്ക് എന്നെ അനുഗ്രഹിക്കുന്നുണ്ടോ ഇത് മാത്രമാണ് നോക്കേണ്ടത്. യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി എന്ന് പറയും. എങ്ങനെയാണോ നമ്മുടെ ദൃഷ്ടി, കാഴ്ചപ്പാട് എങ്ങനെയാണ്, സൃഷ്ടി അതിനനുസരിച്ചിരിക്കും. അതുകൊണ്ട് മാറ്റം ഉള്ളിൽ തന്നെയാണ് വരേണ്ടത്. ഭഗവാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ബാഹ്യമായ സന്യാസമല്ല, സന്യാസത്തെ ഇവിടെ ആന്തരികമായി തന്നെയാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു സംശയവുമില്ല. കാമക്രോധ വിയുക്താനാം യദീനാം യഥചേതസാം അഭിതഃ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. കാമക്രോധ വിയുക്താനാം, കാമ ആഗ്രഹ, അതുപോലെ ആഗ്രഹത്തിൽ നിന്ന് ജനിക്കുന്ന ക്രോധം. വളരെ നന്നായിട്ട് മനസ്സിലാക്കണം എന്ന് പറയാം. ക്രോധത്തിന് പല സങ്കേതങ്ങളുണ്ട്. ഇപ്പൊ സ്വാമിജി എപ്പോഴും പറയും, ചിന്മയാൻ സ്വാമികൾ, നിങ്ങൾക്ക് എറണാകുളത്തുള്ളവർക്ക് ചിന്മയാൻ സ്വാമികളെ നന്നായിട്ട് അറിയുന്നവരുണ്ട് ഇതില്, നന്നായിട്ടില്ലേ. സ്വാമിജിയെക്കുറിച്ച് പറയുമ്പം സ്വാമിജിയെക്കുറിച്ച് പറയാറുള്ള ഒന്ന്, ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് പറയാം. സ്വാമിജി ദേഷ്യക്കാരൻ എന്നുള്ളത് സ്വാമിജിയെ മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാണ്. സ്വാമിജിയെ പോലെ ഒരു സ്നേഹം, അതായത് ദേഷ്യം എന്ന് പറഞ്ഞാൽ സ്വാമിജി അത് കൊണ്ടു നടക്കാറില്ല എന്നുള്ളതാണ്. സ്വാമിജി എപ്പോഴും പറയാറുണ്ട്, ദേഷ്യം എന്റെ പോക്കറ്റിലാണെന്ന്. കാരണം ഞാൻ ആവശ്യത്തിന് ഈ കണ്ണാടിയൊക്കെ നമ്മൾ വായിക്കാൻ എടുക്കില്ലേ, വായിച്ചു കഴിഞ്ഞാൽ കണ്ണാടി എടുത്ത് പോക്കറ്റിലിടും. എപ്പോഴും കണ്ണാടി വേണ്ട. ഇതുപോലെ ഞാൻ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ്. ഇതിനൊരു അടുക്കും ചിട്ടയും കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. യജ്ഞശാല തോന്നിയതുപോലെയാക്കാൻ സ്വാമിജി അനുവദിക്കില്ല. അപ്പൊ സ്വാമിജിയുടെ അത് സ്വാമിജി തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. 6:30 സ്വാമിജി യജ്ഞം പ്രഭാഷണം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരാളും വന്ന് ഇരിക്കില്ല, ഇരിക്കാൻ തോന്നില്ല, ഇരിക്കാൻ സാധിക്കില്ല ആർക്കും. സ്വാമിജി അപ്പം നിർത്തും യജ്ഞം. ഒരാൾ എഴുന്നേറ്റാൽ സ്വാമിജി അപ്പം നിർത്തും. ഇതിന്റെ ഇടയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റാൽ നിർത്തും. അപ്പോ ഇവിടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഒരു മുഖ്യമന്ത്രി, പേര് സ്വാമി പറയുന്നില്ല, ഒരു മുഖ്യമന്ത്രി 6:30 സ്വാമിജിയുടെ യജ്ഞം ഇവിടെ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യേണ്ടതാണ്. 10 മിനിറ്റ് സ്വാമിജി കാത്തു. അത് കഴിഞ്ഞ് സ്വാമിജി നേരെ തുടങ്ങുകയാണ്. മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു 10 മിനിറ്റൊക്കെ വൈകാം എന്നതാണ്. അതിന്റെ അപ്പുറം താൻ അനുവദിക്കില്ല എന്ന് പറയാം. കഴിഞ്ഞ് തുടങ്ങി. പിന്നെ അദ്ദേഹം ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞ് അദ്ദേഹം വരുന്നു. സ്വാമിജി ഇങ്ങനെ ഒരു നോട്ടം നോക്കണു, അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുന്നു. അതായിരുന്നു കാരണം താൻ കോംപ്രമൈസ് ചെയ്യില്ല എന്ന് പറയാം. ഒരിക്കലും ഇതിൽ കോംപ്രമൈസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തന്റെ വാക്കുകൾക്ക് ശക്തിയില്ലാതെ പോകും. അപ്പം നമ്മൾ ഇതുപോലെ നമുക്ക് എടുക്കാം, ഇത് ഉപയോഗിക്കേണ്ടുന്ന ഒന്നാണ്. അല്ലാതെ നിങ്ങൾ സദാസമയം ഈ വികാരത്തിന്, എങ്ങനെയാണ് ഈ വികാരം ഉണ്ടാവുന്നത്? കാമത്തിൽ നിന്ന്. മറ്റേ ദേഷ്യം കാമത്തിൽ നിന്നല്ല എന്ന് പറയും. കാമത്തിൽ നിന്നുണ്ടാകുന്ന ക്രോധം അപകടകരമാണ്. അത് ആഗ്രഹം പൂർത്തീകരിക്കാതെ ആവുമ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് വേർപെടേണ്ടതുണ്ട്. കാമക്രോധ വിയുക്താനാം. പക്ഷെ നമ്മൾ അങ്ങനെയാ മനസ്സിലാക്കുക. ദുർവാസാവിന് അദ്ദേഹം ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു എന്ന് പറയാം. നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ കുഴപ്പമാണ്. ഇനി അവരുടെയൊക്കെ ദേഷ്യം ലോകത്തിന്റെ അനുഗ്രഹത്തിനാണ്. അങ്ങനെയുണ്ട്. ഇങ്ങനെയുള്ള യോഗികൾക്കും മഹാത്മാക്കൾക്കും എന്തൊക്കെ ദുർഗുണങ്ങൾ നാം കാണുന്നുവോ, ആ നാം കാണുന്ന ദുർഗുണം പോലും അത് ലോകാനുഗ്രഹമായിട്ട് ഭവിക്കുന്നു പറയാം. കാമക്രോധ വിയുക്താനാം യഥചേതസാം
മനസ്സിനെ വശപ്പെടുത്തിയിട്ടുള്ളവര്, വിദിതാത്മനാം ആത്മബോധം സിദ്ധിച്ചിട്ടുള്ളവരായ യതീനാം യതികൾക്ക് ബ്രഹ്മനിർവാണം അഭിതഃ വർത്തതേ, ജീവൻ മുക്തി ഉടൻ കൈവരുന്നു. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ശരിക്കും ഈ അധ്യായം ഇവിടെ ഭഗവാൻ ഉപസംഹരിക്കുകയാണ്. തുടർന്ന് അടുത്ത അധ്യായത്തിലേക്കുള്ള ഒരു പ്രവേശനം കൂടിയാണ്. ഈ സന്യാസത്തെ തന്നെ പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നോക്കാം. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാം ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോഃ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ യതേന്ദ്രിയമനോ ബുദ്ധിഃ മുനിർമോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധഃ യഃ സദാ മുക്ത ഏവ സഃ. സ്പർശാൻ കൃത്വാ ബഹി ബാഹ്യാൻ ചക്ഷുഷഃ ഏവ അന്തരേ ഭ്രുവോഃ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ യതേന്ദ്രിയമനോബുദ്ധിഃ മുനിഃ മോക്ഷപരായണഃ വിഗതേച്ഛ ഭയക്രോധഃ യഃ സദാ മുക്ത ഏവ സഃ. അടുത്ത അധ്യായത്തിന് ഭഗവാൻ അധ്യായത്തിലേക്ക് ഒന്ന് പ്രവേശിക്കണം. എന്താ പറയുന്നത്? ബാഹ്യാൻ. ബാഹ്യാൻ എന്ന് പറഞ്ഞാൽ പുറമെയുള്ള. എന്തൊക്കെയാണ് പുറമെയുള്ളത്? സ്പർശാൻ. സ്പർശാൻ എന്ന് പറഞ്ഞ വിഷയങ്ങൾ. ലോകം എന്ന് പറഞ്ഞാൽ ഈ 5 എണ്ണാണ്. ഒരുപാടൊന്നുമില്ല. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. അതായത് ഈ കുതിരയ്ക്ക് നടക്കാനുള്ള മാർഗം. കുതിര നടക്കുന്നത്, നാം സഞ്ചരിക്കുന്നത്, ഈ അനുഭവങ്ങൾ. ഈ അനുഭവങ്ങളിലൂടെയാണ് ഓരോ ജീവനും യാത്ര ചെയ്യുന്നത്. ഈ യാത്രയെയാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ബാഹ്യാൻ സ്പർശാൻ, പുറമെയുള്ള ഈ വിഷയങ്ങളെ, അതിൽ നമുക്ക് നമ്മുടെ വികാര വിചാരങ്ങളും നമ്മുടെ ചുറ്റു എന്തൊക്കെ സംഭവിക്കുന്നുവോ അതെല്ലാം തന്നെ അതിൽ പെടുത്തിക്കൊള്ളണം. ബഹികൃത്വ, അതെവിടെയാണ് വെക്കേണ്ടത്? പുറത്തു തന്നെ വെക്കണം, അകത്തേക്ക് കയറ്റണ്ടെന്ന് പറയാം. ബഹികൃത്വ, പുറത്താക്കിയിട്ട്. ചക്ഷുഹു, ചക്ഷുഹു എന്ന് പറഞ്ഞാൽ നേത്രത്തെ, ദൃഷ്ടിയെ. ഭ്രുവോഹോ അന്തരേ, ഭ്രുവോഹോ ഭ്രു മധ്യത്തിൽ, പുരികത്തിന്റെ ഇടയിൽ, നടുവിൽ. അന്തരേ എന്ന് പറഞ്ഞാൽ നടുവിൽ. കൃത്വ, നിർത്തിയിട്ട് ശ്രദ്ധയെ പുരികത്തിന്റെ മധ്യത്തിലേക്ക് കേന്ദ്രീകരിപ്പിച്ചിട്ട്. നാസാഭ്യന്തരചാരിണോ, മൂക്കിന്റെ ഉള്ളിൽ സഞ്ചരിക്കുന്ന പ്രാണവായു. പ്രാണവായുവിനെ കുറിച്ചിട്ടാ. പ്രാണാപാനവും, പ്രാണൻ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകുന്ന വായു, അപാനൻ എന്നിവിടെ പുറത്തേക്ക് വരുന്ന പ്രാണാപാനനെ എന്ത് വേണം? സമൗ കൃത്വ, സമമാക്കിയിട്ട്, ഒരുപോലെയാക്കിയിട്ട്. എന്ത് വേണം? യഥേന്ദ്രിയ മനോബുദ്ധി, ഇന്ദ്രിയ മനോബുദ്ധികളെ, മനസ്സിനെയും ബുദ്ധിയെയുമെല്ലാം. ഇതിനെ വിസ്തരിക്കാൻ പോകുന്നുണ്ട് ഭഗവാൻ. ഇത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഇങ്ങനെ സാധിക്കോ എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇരിക്കട്ടെ. എല്ലാം മനസ്സിലാക്കാം നമുക്ക്. മനസ്സിലാവാതെ പോകുന്ന ഒന്നും ഇവിടെ ഉണ്ടാവില്ല. കുറെ മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാ സംശയങ്ങളൊക്കെ എഴുതി വെച്ചോളൂ. അറിയുന്നതാണെങ്കിൽ സ്വാമി പറയാം. അതുകൊണ്ട് ഒരു വിഷമം വിചാരിക്കണ്ട. ഈ പറയുന്നതൊക്കെ ചിലപ്പോൾ സംശയങ്ങൾ കേൾക്കുമ്പോൾ തന്നെ സംശയം ഉണ്ടാവും. സമകൃത്വ, സമമാക്കിയിട്ട്. യഥേന്ദ്രിയ മനോബുദ്ധി, ഇന്ദ്രിയ മനോബുദ്ധികളെ അടക്കിയിട്ട്. വിഗതേച്ഛ ഭയക്രോധ, ആഗ്രഹം, ഇച്ഛ, ഭയം, അതുപോലെ ക്രോധം, ഇത് ഒഴിവാക്കണം എന്ന് പറയാം. അപ്പൊ ധ്യാനത്തെക്കുറിച്ച് പറയാൻ, സ്വരൂപത്തെ അറിയാൻ പോകുന്ന കാര്യത്തിൽ ഭഗവാൻ ആവർത്തിച്ച് പറയുന്നതാണ്. മോക്ഷപരായണ, ഇതിലെന്താണ് ലക്ഷ്യം? മോക്ഷമാണ് ലക്ഷ്യം. മോക്ഷപരായണന്മാർ, മോക്ഷത്തെ പ്രാപ്തിസ്ഥാനമായി സ്വീകരിച്ചിട്ടുള്ള അവർ അങ്ങനെയുള്ള ആൾക്ക് ഇവിടെ ഭഗവാൻ ഒരു പേര് കൊടുക്കുന്നു, മുനിഹി. മുനി മൗനത്തെ ശീലമാക്കിയിട്ടുള്ളതാണ് മുനി. യഹ, യാതൊരുവൻ ഉണ്ടോ, ഏതൊരു മുനിയാണോ അങ്ങനെ ഉള്ളത്, സഹ, അവൻ, സദാ, എപ്പോഴും, മുക്താഹ ഏവ, അവൻ മുക്തൻ തന്നെയാണ്. ആരാ മുക്തൻ എന്ന് ചോദിച്ചാൽ,
പുറമേയുള്ള വിഷയങ്ങളെ പുറത്താക്കിയിട്ട്, പുറത്തു തന്നെ നിർത്തിയിട്ട്. അപ്പൊ നല്ലൊരു ആതിഥേയൻ എന്ന് പറയാം. എല്ലാറ്റിനെയും സൽക്കരിച്ച് അവിടെ ഇരുത്തിയിട്ട് ഒന്നുമായി താതാത്മ്യം പ്രാപിക്കാതെ താൻ എന്ത് ചെയ്യുന്നു? പ്രാണനെയും അപാനനെയും സമമാക്കിക്കൊണ്ട്. ഈ പ്രാണാപാനന്മാരെ സമമാക്കുന്ന വിദ്യ എങ്ങനെയാണ് ബാഹ്യ ലോകത്തിൽ നിന്ന് ആന്തരിക ലോകത്തിലേക്ക് പ്രവേശിക്കേണ്ടുന്നത്? ഇതൊക്കെയാണ് നമ്മുടെ ഈ അധ്യായത്തിലെ വിഷയം. നമുക്ക് ധ്യാനം ഇവിടെ കുറച്ച് പരിശീലിക്കാൻ സാധിക്കുമെന്ന് നമുക്കൊരു ശ്രമം നടത്താം. ഇവിടെ ഏതായാലും അതിന്റെ സൂചനകൾ തരാം. നിങ്ങൾ വീട്ടിലിരുന്ന് അത് പരിശീലിക്കുക, അഭ്യസിക്കുക. ഈ കാര്യം ഇവിടെ ഭഗവാൻ പറയുന്ന കാര്യം തന്നെ ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് അനുഭവപ്പെടുക നമ്മൾ ധ്യാനത്തിലേക്കല്ല പോവുക. സ്വാമി പറഞ്ഞുതരാം, ഇവിടെ ശ്രദ്ധിക്കും. ബാഹ്യ വിഷയങ്ങളെ ഇവിടെ പറയുന്നു, ബാഹ്യമായ വിഷയങ്ങളെ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്തു നിർത്തുന്നു. എങ്ങനെയാ ബാഹ്യമായ വിഷയങ്ങളെ പുറത്തു നിർത്തുക എന്ന് ചോദിച്ചാൽ അത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണല്ലോ. എന്നാ ശരി, വിഷയങ്ങളൊക്കെ അങ്ങോട്ട് പുറത്തു നിന്നോളൂ എന്ന് പറഞ്ഞാൽ നിൽക്കുവോ? ഇല്ലല്ലോ. അങ്ങനെയാണല്ലോ. കൃഷ്ണനെ ധ്യാനിക്കാൻ പുറപ്പെടുമ്പോഴാണല്ലോ കൃഷ്ണൻ നായരെ കുറിച്ച് ഓർമ്മ വരിക. കൃഷ്ണൻ നായരെ കുറിച്ച് ഓർക്കുമ്പോഴാണ് കൃഷ്ണൻ നായർ തരാനുള്ള കാശിനെ കുറിച്ച് ഓർമ്മ വരിക. ആ കാശ് കിട്ടിയിട്ട് വേണം ഇന്നത് മേടിക്കാനെന്ന് ഓർമ്മ വരിക. ഇപ്പൊ നാട്ടിലെ സാധനങ്ങൾക്കൊക്കെ എന്താ വില? ഒരു 500 രൂപയായിട്ട് മാർക്കറ്റിൽ പോയത് തന്നെ പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്ന് തുടങ്ങി നാടിനെ ഇങ്ങനെ പോകുന്നു. അപ്പൊ എങ്ങനെ ഇതിനെ പുറത്തു നിർത്താൻ പറ്റും? അതുകൊണ്ട് ഇത് വലിയൊരു അഭ്യാസമാണ്. ഈ അഭ്യാസം ആർക്കും ആരെയും സഹായിക്കാനും പറ്റില്ല. നിന്റെ ചിന്തകൾ ഇപ്പൊ പോകുന്നു വേറൊരു വഴിക്ക്, അതുകൊണ്ട് നീ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് നമ്മൾ പഠിക്കണം. നമുക്കത് എളുപ്പമാണ്, സാധിക്കും. അതുകൊണ്ട് ആദ്യം ഇത് സാധിക്കും എന്ന് തന്നെ തീരുമാനിച്ചോളൂ. ഇപ്പൊ സംഭവിക്കുന്നത് സ്വാമി പറഞ്ഞുതരാം. എന്നാൽ പിന്നെ അതിനെ അറിഞ്ഞു വെച്ചാൽ നല്ലതാണല്ലോ. ഇപ്പൊ ഇത് കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ശരി സ്വാമി, അങ്ങനെ ചെയ്യാം. എന്നാ ശ്രദ്ധയെ നമുക്ക് പുരികത്തിന്റെ മധ്യത്തിലേക്ക് കേന്ദ്രീകരിപ്പിക്കാം. അപ്പൊ തന്നെ ചിലപ്പോൾ തലവേദനയൊക്കെ തുടങ്ങി വരും. പുരികത്തിന്റെ മധ്യത്തിലേക്ക് ഇപ്പൊ ചെറിയ ക്ലാസ്സിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ നോക്കാൻ പറഞ്ഞു, വിരലിങ്ങനെ ചൂണ്ടിയിട്ട് അതിൽ നോക്കിക്കഴിഞ്ഞാൽ തലവേദനയ്ക്കും. അപ്പൊ അങ്ങനെ തലവേദന ഉണ്ടാകുന്ന ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ. ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഏകാഗ്രമാക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം തന്നതാണ്. ഏതെങ്കിലും ഒരു ചിത്തസ്യ അഗ്രേ ഏകവസ്തു വിഷയകത്വം എന്ന് പറയും സമാധാനത്തെ. ചിത്തത്തിന്റെ അഗ്രത്തിൽ ഒരൊറ്റ ചിന്തയെ കേന്ദ്രീകരിപ്പിക്കുക, മറ്റുള്ളതിൽ നിന്നൊക്കെ അടർത്തിയെടുക്കുക മനസ്സിനെ. അതിന് പ്രാണനെയും അപാനനെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രാണാപാനനിലേക്ക് ശ്രദ്ധ വരുമ്പം മനസ്സൊന്ന് ഏകാഗ്രമാകും. അങ്ങനെ ഏകാഗ്രമാകുന്ന മനസ്സിൽ എന്താണ് ഇത്ര കാലമായി സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് നാളെ അത് കാണാം. നമുക്ക് ധ്യാനം ഇവിടെ കുറച്ച് പരിശീലിക്കാൻ സാധിക്കുമെന്ന് നമുക്കൊരു ശ്രമം നടത്താം. ഇവിടെ ഏതായാലും അതിന്റെ സൂചനകൾ തരാം. നിങ്ങൾ വീട്ടിലിരുന്ന് അത് പരിശീലിക്കുക, അഭ്യസിക്കുക. ഈ കാര്യം ഇവിടെ ഭഗവാൻ പറയുന്ന കാര്യം തന്നെ ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് അനുഭവപ്പെടുക നമ്മൾ ധ്യാനത്തിലേക്കല്ല പോവുക. സ്വാമി പറഞ്ഞുതരാം, ഇവിടെ ശ്രദ്ധിക്കും. ബാഹ്യ വിഷയങ്ങളെ ഇവിടെ പറയുന്നു, ബാഹ്യമായ വിഷയങ്ങളെ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്തു നിർത്തുന്നു. എങ്ങനെയാ ബാഹ്യമായ വിഷയങ്ങളെ പുറത്തു നിർത്തുക എന്ന് ചോദിച്ചാൽ അത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണല്ലോ. എന്നാ ശരി, വിഷയങ്ങളൊക്കെ അങ്ങോട്ട് പുറത്തു നിന്നോളൂ എന്ന് പറഞ്ഞാൽ നിൽക്കുവോ? ഇല്ലല്ലോ. അങ്ങനെയാണല്ലോ. കൃഷ്ണനെ ധ്യാനിക്കാൻ പുറപ്പെടുമ്പോഴാണല്ലോ കൃഷ്ണൻ നായരെ കുറിച്ച് ഓർമ്മ വരിക. കൃഷ്ണൻ നായരെ കുറിച്ച് ഓർക്കുമ്പോഴാണ് കൃഷ്ണൻ നായർ തരാനുള്ള കാശിനെ കുറിച്ച് ഓർമ്മ വരിക. ആ കാശ് കിട്ടിയിട്ട് വേണം ഇന്നത് മേടിക്കാനെന്ന് ഓർമ്മ വരിക. ഇപ്പൊ നാട്ടിലെ സാധനങ്ങൾക്കൊക്കെ എന്താ വില? ഒരു 500 രൂപയായിട്ട് മാർക്കറ്റിൽ പോയത് തന്നെ പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്ന് തുടങ്ങി നാടിനെ ഇങ്ങനെ പോകുന്നു. അപ്പൊ എങ്ങനെ ഇതിനെ പുറത്തു നിർത്താൻ പറ്റും? അതുകൊണ്ട് ഇത് വലിയൊരു അഭ്യാസമാണ്. ഈ അഭ്യാസം ആർക്കും ആരെയും സഹായിക്കാനും പറ്റില്ല. നിന്റെ ചിന്തകൾ ഇപ്പൊ പോകുന്നു വേറൊരു വഴിക്ക്, അതുകൊണ്ട് നീ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് നമ്മൾ പഠിക്കണം. നമുക്കത് എളുപ്പമാണ്, സാധിക്കും.
അതുകൊണ്ട് ആദ്യം ഇത് സാധിക്കും എന്ന് തന്നെ തീരുമാനിച്ചോളൂ. ഇപ്പൊ സംഭവിക്കുന്നത് സ്വാമി പറഞ്ഞുതരാം. എന്നാൽ പിന്നെ അതിനെ അറിഞ്ഞു വെച്ചാൽ നല്ലതാണല്ലോ. ഇപ്പൊ ഇത് കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ശരി സ്വാമി, അങ്ങനെ ചെയ്യാം. എന്നാ ശ്രദ്ധയെ നമുക്ക് പുരികത്തിന്റെ മധ്യത്തിലേക്ക് കേന്ദ്രീകരിപ്പിക്കാം. അപ്പൊ തന്നെ ചിലപ്പോൾ തലവേദനയൊക്കെ തുടങ്ങി വരും. പുരികത്തിന്റെ മധ്യത്തിലേക്ക് ഇപ്പൊ ചെറിയ ക്ലാസ്സിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ നോക്കാൻ പറഞ്ഞു, വിരലിങ്ങനെ ചൂണ്ടിയിട്ട് അതിൽ നോക്കിക്കഴിഞ്ഞാൽ തലവേദനയ്ക്കും. അങ്ങനെ തലവേദന ഉണ്ടാകുന്ന ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ. ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഏകാഗ്രമാക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം തന്നതാണ്. ഏതെങ്കിലും ഒരു ചിത്തസ്യ അഗ്രേ ഏകവസ്തു വിഷയകത്വം എന്ന് പറയും സമാധാനത്തെ. ചിത്തത്തിന്റെ അഗ്രത്തിൽ ഒരൊറ്റ ചിന്തയെ കേന്ദ്രീകരിപ്പിക്കുക, മറ്റുള്ളതിൽ നിന്നൊക്കെ അടർത്തിയെടുക്കുക മനസ്സിനെ. അതിന് പ്രാണനെയും അപാനനെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രാണാപാനനിലേക്ക് ശ്രദ്ധ വരുമ്പം മനസ്സൊന്ന് ഏകാഗ്രമാകും. അങ്ങനെ ഏകാഗ്രമാകുന്ന മനസ്സിൽ എന്താണ് ഇത്ര കാലമായി സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഉറക്കം. എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ശീലിച്ചു വന്നത് ഉറങ്ങാനുള്ളൊരു ഏർപ്പാടാണ്. അതായത് കണ്ണടച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊക്കെ അറിയാലോ, നമ്മളിപ്പം ബസ്സിൽ കയറി ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ഒരാൾ തിരുവനന്തപുരത്തേക്ക് പോകും. തിരുവനന്തപുരത്തേക്ക് പോകുന്ന ടിക്കറ്റ് എടുത്ത കണ്ടക്ടർക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാം ഒന്ന് ഭദ്രാക്കി വെച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കണ്ണടയ്ക്കും. എന്തിനാണ് കണ്ണടയ്ക്കുന്നത്? ധ്യാനിക്കാനാണോ? അല്ല. അങ്ങനെ കണ്ണടഞ്ഞ് അതങ്ങനെ അദ്ദേഹം ഉറങ്ങും. പറയും കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ആളുടെ തോളിലേക്കാണ് വീഴുക. ഇല്ലേ? അയാള് ഉറങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല, അയാൾ അനുവദിക്കും. ചിലർ അതൊക്കെ സഹിക്കും. ചിലരിങ്ങനെ അടുത്തിരിക്കുന്ന ആളുടെ തോളിൽ വീണിട്ട് ഇതിന്നിങ്ങനെ ഒരു സാധനം ഒഴുകി അദ്ദേഹത്തിന്റെ ഷർട്ടിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. അതാണ് വലിയ ബുദ്ധിമുട്ട്. ഒരിക്കലും അതിനെ ചൊല്ലിയുള്ള അടി നമ്മൾ നേരിട്ട് നിരീക്ഷിച്ചിട്ടുള്ളതാണ്. പിന്നെ അവിടെ സോറിയൊന്നും നടക്കില്ല എന്ന് പറയാം. പറ്റുന്ന പണി അടുത്ത് അദ്ദേഹം ഉണരുന്നതിന് മുമ്പ് ഇറങ്ങി വേറെ ബസ് പിടിക്കുക, കാശ് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല. അപ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇതാണ്. ഇവിടെ നമ്മൾ പല വിദ്യകളും ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ നമ്മളെ വേറെ എവിടേക്കോ അവൻ കൊണ്ടുപോകും. മനസ്സ് എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയാ പഠിച്ച കള്ളനാണ്. മനസ്സിനെക്കുറിച്ച് പഠിക്കുമ്പം അറിയുന്നത് അതാണ്. നിങ്ങൾ ഒരു അലാം വെച്ച് കിടന്നുറങ്ങുമ്പോൾ 4 മണിക്ക് നമുക്ക് എഴുന്നേൽക്കണം. അല്ലെങ്കിൽ ഗുരുവായൂരിൽ പോയിട്ട് ഗുരുവായൂരിൽ ചെന്നു 1-ാം തീയതി തലേന്ന് മലയാള മാസം 1-ന് വാകചാർത്ത് തൊഴണം എന്ന് വിചാരിച്ച് 2 മണിക്ക് അലാം വെച്ചു. കടന്നു. 2 ആവുന്നതിന് ഒരു 5 മിനിറ്റ് മുൻപ് നമ്മൾ എഴുന്നേറ്റു, ഉണർന്നു. പക്ഷെ എത്രയെന്നൊന്നും അറിയില്ല. അലാം വെച്ചിട്ടുണ്ടല്ലോ, അടിക്കട്ടെ എന്ന് വിചാരിച്ച് വീണ്ടും ഒന്ന് ഉറങ്ങി. ആ ഉറക്കത്തിൽ 2 മിനിറ്റ് കൊണ്ട് ഈ അലാം ഇങ്ങനെ അടിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഗുരുവായൂർ നടയിലായിരിക്കും. എന്നിട്ട് വാകചാർത്ത് തൊഴുവായിരിക്കും. അപ്പൊ അമ്പലത്തിലെ കൂട്ടമണിയായിട്ട് ഈ അലാമിനെ അവൻ അപ്പോഴേക്കും നെയ്തെടുക്കും എന്ന് പറയാം. അമ്പലത്തിലെ ഒരു കൂട്ടമണിയൊക്കെ ആയിട്ട് നമ്മൾ അമ്പലത്തിലിരുന്ന് നിന്ന് തൊഴുതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ അത് ശരി. അപ്പൊ അലാം അടിച്ചു. കാരണം മനസ്സ് നമ്മൾ പറഞ്ഞതാ, കുറച്ചുകൂടി ഒന്ന് അലാം അടിക്കട്ടെ എന്ന് പറഞ്ഞതാ, അതിൽ കൊളുത്തി എന്ന് പറയാം. എന്നിട്ട് നമുക്ക് അനുസരിച്ച സ്വപ്നത്തെ നെയ്യാൻ പോലും സമർത്ഥമാണ് നമ്മുടെ മനസ്സ് എന്ന് പറയാം. നമുക്കനുസരിച്ചതിന് നമ്മുടെ ആലസ്യത്തിലേക്ക് പോകുന്ന മനസ്സ് അത് അതിനനുസരിച്ച് ഒരു ലോകത്തെ സൃഷ്ടിച്ച് നമ്മുടെ മുൻപിൽ തരും അനുഭവിക്കാൻ. പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഓരോ കാര്യങ്ങൾ. അപ്പൊ മനസ്സെങ്ങനെയാണ്? അപ്പൊ കണ്ണടച്ചാൽ എത്രയോ വർഷമായിട്ട് നാം നിദ്രയിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ടാണ് നാം കണ്ണടച്ചിട്ടുള്ളത്. കുട്ടികളെ കണ്ണടപ്പിക്കുന്നതും അമ്മമാര് ഇതാണ്. ചെറുപ്പത്തിൽ കുട്ടികളിങ്ങനെ ഉറങ്ങാൻ കിടക്കുമല്ലോ, അവരെ ഉറക്കിയിട്ട് വേണം ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ. ഇവരാണെങ്കിൽ ഉറങ്ങില്ല, ഇല്ലേ? അത് അവർക്ക് വലിയൊരു പണിപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അവരെന്താ ചെയ്യുക? അവരുടെ ഈ നെറ്റിയുടെ ഇവിടെ ഇങ്ങനെ തട്ടിക്കൊടുക്കും, അങ്ങനെ അല്ലേ? തട്ടുന്ന സമയത്ത് അതിങ്ങനെ കണ്ണുകൂട്ടും.
കുട്ടികളാണെങ്കിൽ അതിലും വലിയ എന്താ, ഉറങ്ങിയതുപോലെയായിട്ട് അമ്മ എഴുന്നേക്കാൻ നേരത്ത് കണ്ണു തുറക്കും ഇല്ലേ, എന്നിട്ട് ഇങ്ങനെ ചിരിക്കും. അവനൊരു ഉറപ്പും ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ വെച്ച് ഇങ്ങനെ കുറെ തട്ടിക്കഴിഞ്ഞാൽ ആ കണ്ണിന്റെ അവിടെ ഇങ്ങനെ തട്ടിയാൽ മതി. കുറെ സമയം ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ഉറങ്ങിപ്പോകും. ആ സമയത്ത് ചെറുപ്പത്തിൽ തന്നെ, വളരെ ചെറുപ്പത്തിൽ അമ്മ കുട്ടിക്ക് താരാട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തട്ടല് ഇല്ലേ, എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിങ്ങനെ അത് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആരെങ്കിലും നമുക്ക് ഉറക്കം ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു തട്ടലും താരാട്ടും പാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും. ചെറുപ്പത്തിൽ നമ്മൾ ഉറങ്ങാൻ ശീലിച്ചിട്ടുള്ള പല പല ഉപാധികളും ഉണ്ട് ചെറുപ്രായത്തിൽ. ചിലപ്പോൾ അമ്മയുടെ സാരിയുടെ വക്കായിരിക്കും തുഞ്ചം, അതിങ്ങനെ പിടിച്ച് തിരിച്ചിരിക്കുക. അല്ലെങ്കിൽ തലയണയുടെ ആ അറ്റം, അതിന്റെ ആ കൂർപ്പ് ഇങ്ങനെ പിടിച്ച് തിരിക്കുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഉറങ്ങുന്ന ഒരു ശീലം നാം വളരെ കുട്ടിക്കാലത്ത് ചെറുപ്പത്തിൽ എന്താ പറയാ കരകരമാക്കിയിട്ടുണ്ടാവും. നാം ആശ്രമത്തിലൊക്കെ ചെന്ന് ഗുരു ഒരു ജപമാല തന്നു, ഒരു മന്ത്രവും പറഞ്ഞു തന്നു, രാമ 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 എന്ന് പറഞ്ഞു. ഇത് എടുത്ത് ഉരുക്കഴിക്കുന്ന സമയത്ത് താൻ ആ പഴയ കുട്ടിയായിരുന്ന ആ തലയണ പിടിച്ച് തിരിച്ചതോ അല്ലെങ്കിൽ അമ്മയുടെ അതും ഈ താരാട്ട് പോലെയായിട്ട് ഈ മന്ത്രം മാറും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിദ്രയിലേക്കാണ് ഇയാള് പോവുക. പിന്നെ ഇത്ര കാലം ഉറങ്ങാൻ തന്നെയാണ് കണ്ണടച്ചിരുന്നതും. പ്രാണനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേഗത്തിലാണ്. ഇത് പറയുമ്പോൾ തന്നെ ഉറക്കം വരുന്നുണ്ടാവും ഇല്ലേ, ചിലപ്പം അങ്ങോട്ട് ഉറങ്ങും. എന്നിട്ട് ഉറക്കം നല്ലതാണല്ലോ. അപ്പൊ പുതിയ രീതിയിൽ ഉറങ്ങാൻ പഠിച്ചു ആള്. ഇപ്പൊ എങ്ങനെയാ ഉറങ്ങുന്നത്? ജപമാലയുണ്ട്, പത്മാസനത്തിലൊക്കെ ഇരുന്ന് അങ്ങനെ ഉറങ്ങുന്നു ആള്. കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരുറക്കാണ്. എന്നിട്ട് പറയണു, നല്ല ഒന്നും അറിഞ്ഞിട്ടില്ല, ഉറക്കത്തിലൊന്നും അറിയാറില്ലല്ലോ, ഏതായാലും നല്ലൊരു എന്തോ ഒരു ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് അത്യാവശ്യം ഞാനിപ്പോ ധ്യാനമൊക്കെ ശരിയായി തുടങ്ങി. എനിക്കൊന്നും ഓർമ്മയില്ല. ഉറക്കത്തിൽ ആർക്കും ഒന്നും ഓർമ്മ വരാറില്ല. പക്ഷേ ഉറങ്ങുകയാണ് എന്ന ബോധത്തോടുകൂടിയല്ല ഞാനിത് ചെയ്തത്. പക്ഷേ നിങ്ങളുടെ ശരീരം വ്യവസ്ഥീകരിക്കപ്പെട്ടിട്ടുണ്ട്. എത്രയോ കാലങ്ങളായിട്ട് നിങ്ങളുടെ ശരീരം അല്ലെങ്കിൽ ഈ മന്ത്രവും ഈ പറഞ്ഞ കൃത്യമെല്ലാം നമ്മളെ അവൻ കൊണ്ടുപോയത് നിദ്രയിലേക്ക് തന്നെയാണ്, സമാധിയിലേക്കല്ല. അതുകൊണ്ട് വളരെ വളരെ സൂക്ഷിക്കേണ്ടുന്നതാണ്. അതുകൊണ്ട് ഇത് എന്താണ്, നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. നന്നായിട്ട് ചെറുത് രണ്ട് വീഴ്ചയാണ്, നിദ്രയിലേക്കുള്ള വീഴലും സമാധിയിലേക്കുള്ളത്. ചാന്തോഗ്യോപനിഷത്തില് ഉദ്ദാലകൻ ശ്വേതകേതുവിനോട് പറയുന്നുണ്ട്, എന്താണ് നിദ്ര? നിദ്ര എന്ന് പറഞ്ഞാൽ മനസ്സ് പ്രാണനിൽ വിലയിക്കുന്നതാണ്. അപ്പൊ ആ മനസ്സ് എങ്ങനെയാണ്, ആ മനസ്സിനെ ഉദ്ദാലകൻ ചാന്തോക്യത്തില് ശ്വേതകേതുവിന് പറഞ്ഞു കൊടുക്കുന്നത് എന്നാണെങ്കിൽ, കെട്ടിയിട്ട കിളിയോടാണ് അതിനെ ഉപമിക്കുന്നത്. യഥാ ശകുനിഹി സൂത്രേണ പ്രബദ്ധഃ ദിശം ദിശം പതിത്വ അന്യത്ര ആയതനം അലബ്ധ്വ ബന്ധനമേവ ഉപാശ്രയേത് തന്മനഃ ദിശം ദിശം, ഹേ സൗമ്യ, തന്മനഃ ദിശം ദിശം പതിത്വ അന്യത്ര ആയതനം അലബ്ധ്വ പ്രാണമേവ ഉപാശ്രയേത്. എങ്ങനെയാണോ കുട്ടി കെട്ടിയിട്ട കിളി ഓരോരോ ദിക്കിലേക്ക് പറന്നിട്ട് എവിടെയും ആശ്രയം കിട്ടാതെ കെട്ടിയിട്ട കൊമ്പിൽ തന്നെ വന്ന് ഇരിക്കുന്നത്, ഇതുപോലെ മനസ്സ് വിഷയങ്ങളിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ ചെയ്യുന്നത് അതാണ്. മനസ്സ് ഓരോന്നിൽ പോയി ചാടുകയാണ്. അവിടെ ഒന്നും അതിന് കിട്ടേണ്ടത് കിട്ടാതെയാവുമ്പം ഏതിലാണോ മനസ്സിനെ കെട്ടിയിട്ടത്, മനസ്സിനെ കെട്ടിയിട്ടിട്ടുള്ളത് പ്രാണനിലാണ്. ആ കെട്ടിലേക്ക് തന്നെ രാത്രിയാവുമ്പം മനസ്സ് വിലയിക്കുന്ന സമയത്ത് നിദ്ര അനുഭവപ്പെടുന്നു. മനസ്സിന്റെ വിലയനമാണ്, താൽക്കാലികമായ വിലയനമാണ് നിദ്ര. അതായത് നിദ്ര, മനുഷ്യൻ നിദ്രയെ അനുഭവിക്കുന്നത് അവശനായിട്ടാണ്, അവന് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് എന്നാണ്. അതുകൊണ്ട് നാം ഇത്രയും നിദ്രയാണല്ലോ നമുക്ക് വേണ്ടത്, അല്ലേ? ഈ നിങ്ങൾ തോപ്പിൽ ബാസിയുടെ ഒളിവിലെ ഓർമ്മകൾ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, ഗംഭീരാണ്. അതിൽ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്.
അതിലൊന്ന്, ഈ പോലീസുകാർ കുറ്റകൃത്യം വലിയ പോലീസ് ഓഫീസേഴ്സൊക്കെ ഈ കുറ്റകൃത്യം ഇങ്ങനെയുള്ള വലിയ വലിയ പദ്ധതികളൊക്കെ, പ്രത്യേകിച്ച് വിപ്ലവ പ്രസ്ഥാനമൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നവരുടെ പദ്ധതികളെ അവര് അറിയാൻ ശ്രമിക്കുന്നത് ഇടിച്ചിട്ടും തൊഴിച്ചിട്ടും ഒന്നുമല്ല. അങ്ങനെയൊന്നും ഇടി കൊടുത്താലൊക്കെ പറയുക വല്ല നാളികേരം മോഷ്ടിച്ച കേസോ അങ്ങനെയുള്ളതൊക്കെ പറയുള്ളൂ. ഇതൊന്നും അങ്ങനെ ഇടിയിലൊന്നും പറയുന്നതല്ല. അവര് ചെയ്യുന്ന പണി, അവർക്കുള്ള ഇത് നിദ്രയെ ഇല്ലായ്മ ചെയ്യല. അവരെ ഒരു പ്രകാരത്തിലും ഉറക്കാൻ അനുവദിക്കില്ല. ഒരു 3-4 ദിവസത്തേക്ക് 3-4 ദിവസത്തേക്ക് ഒരാൾക്ക് എന്നാൽ അത് അവരെ അറിയൂല്ല. ഇവരെ ഉറക്കാതിരിക്കാനുള്ള പണിയായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ശക്തമായ ലൈറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുന്ന ശബ്ദങ്ങൾ ഉണ്ടാവും. അങ്ങനെ പല ശബ്ദങ്ങളുണ്ട്. ഇതൊക്കെ ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉയർന്ന അവർക്ക് അതിലൊക്കെ റിസർച്ച് നടത്തുന്ന ആളുകളുണ്ട്. എന്താണ്, ഏതൊക്കെ ശബ്ദം നിരന്തരമായി കേട്ടാൽ നമ്മുടെ നിദ്ര ഇല്ലാതെയാവും, അത് നിരന്തരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ചില ബസറുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു 4 ദിവസം കഴിഞ്ഞാൽ ഭക്ഷണവും മര്യാദയ്ക്ക് ഉണ്ടാവില്ല. 5-ാമത്തെ ദിവസം നന്നായിട്ട് എണ്ണ തേച്ച് കുളിക്കാനുള്ള സൗകര്യവും കൊടുത്ത് നല്ലൊരു മുറിയിലേക്ക് പ്രവേശിപ്പിക്കും, വളരെ നല്ല രീതിയിൽ. ആ കട്ടില് കിടക്ക കണ്ട ഉറക്കം വരുന്ന വിധത്തിൽ നന്നായിട്ട് നല്ല കഞ്ഞി, പൊടിയേരി കഞ്ഞിയും കൊടുക്കും. എന്നിട്ട് നല്ല ഫാനൊക്കെ ഇട്ട് നന്നായിട്ട് കിടന്നോളാൻ പറയും, ഉറങ്ങിക്കോളാൻ പറയും. കിടന്നതും ആൾ ഉറങ്ങുമ്പോൾ മെല്ലെ വിളിക്കും. അവർ ചോദിക്കും, എന്തായിരുന്നു നിങ്ങളുടെ പരിപാടി? അല്ല അന്ന് എന്ന് ഞങ്ങളൊന്നും അറിയില്ല. പെട്ടെന്ന് സ്വഭാവത്തിൽ പറയാം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. എന്നാ ശരി പോട്ടെ എന്ന് പറയും. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ഉണർത്തി എഴുന്നേൽപ്പിക്കുമ്പോൾ 6-ാമത്തെ പ്രാവശ്യം ഇവൻ ഈ നിദ്രയെ കിട്ടാൻ വേണ്ടി, അങ്ങനെയുള്ള ഒരാളെ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാലും ട്രെയിൻ വരുന്നു എഴുന്നേക്കും എന്ന് പറഞ്ഞാലും മതി, ഞാൻ ഇത് കഴിഞ്ഞിട്ട് എഴുന്നേക്കാന്ന് പറയും. ആ നിദ്രയെ ഇങ്ങനെ പുൽകാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. വല്ലാത്തൊരു അവസ്ഥയിലാണ് ചെന്നപ്പെടുന്നത്. ആ സമയത്ത് ഇതൊന്ന് പറഞ്ഞേക്കൂ, ഇത് പറഞ്ഞിട്ട് നിങ്ങൾ ഉറങ്ങിക്കോളൂ, ഒന്ന് പറഞ്ഞേക്കൂ, എന്നിട്ട് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളി പുള്ളി കുത്ത് കോമ വിസർഗത്തിന് മാറ്റം വരാതെ എല്ലാം പറഞ്ഞു കൊടുക്കും. എല്ലാം ഇടുക്കിയോ തൊഴിക്കുകയോ ഒന്നും വേണ്ട, അവരെല്ലാം റെക്കോർഡ് ചെയ്തെടുക്കും. ബസ് ഒരുവനെ നിദ്രയിലേക്ക് വിടാതെ അവന് നിദ്ര തരാം കൊടുത്തും എടുത്തും ഇതാക്കി കഴിഞ്ഞാൽ അവനെല്ലാം പറഞ്ഞു തരും. ആരെക്കൊണ്ടെങ്കിലും എന്തെങ്കിലും പറയിപ്പിക്കാനുണ്ടെങ്കിൽ ചെയ്തോളൂ. അപ്പം നമുക്ക് വേണ്ടതും അതല്ലേ. ഭർത്താവ് ഭാര്യയോട് പറയാ, എനിക്കിത് മാത്രം ഇഷ്ടമില്ലാത്ത, എന്ത് എന്നെ വിളിക്കുന്നത്, എനിക്കറിയാം എഴുന്നേക്കാൻ. കുട്ടികളും പറയുന്ന അതാ, വിളിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല നിദ്രയിൽ നിന്ന് ഉണരാൻ. നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നതും അതിനെയാണ്. നമുക്ക് വേണ്ടതും അതാണ്, ഒന്നും അറിയാതിരിക്കുക. ഉണർന്നു കഴിഞ്ഞാൽ എല്ലാം അറിയണം, അതാണ് കുഴപ്പം. അപ്പം അതിലേക്ക് വഴുതി വീഴും. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി വേണം ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ. അതുകൊണ്ട് നിദ്രാനുഭവം ധ്യാനാനുഭവമായി ചിത്രീകരിച്ചുകൂടാ എന്ന് പറയും. അതുകൊണ്ട് മനസ്സ് പല വിധത്തില് മനസ്സ് നമ്മളെ കൊണ്ടുപോകും, പല വിധത്തിലും. മനസ്സിനറിയാം, നിന്നുറങ്ങാനറിയാം. നിന്നുറങ്ങുന്നവരില്ലേ ബസ്സിൽ? നടന്നുറങ്ങുന്ന ഒരു രോഗമുള്ളവരില്ലേ അല്ലേ? അവർ നടന്നങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഈ നടന്നുറങ്ങുന്നവർക്ക് അങ്ങനെ ആളുകളുണ്ട് വഴിയെ പോവാൻ. അവരും ഉറങ്ങിയ കഷ്ടമായി പോവും. എന്നിട്ട് ഇവര് അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ ആക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിലൊക്കെ പോയി കളയും. നടന്നുറങ്ങുന്നവര്, ഇരുന്ന് എങ്ങനെ വേണമെങ്കിലും ഉറങ്ങുന്നവരുണ്ട്. ഒരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതൊന്നൊരു ഏത് ബഹളത്തിലും ഉറങ്ങുന്നവര് അങ്ങനെയുണ്ട്. അവർക്ക് നിശബ്ദത പറ്റില്ല, പിന്നെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കണം ഉറങ്ങാൻ. അങ്ങനെയൊക്കെ ഉണ്ട്. ചിലർക്ക് അങ്ങനെ ഈ റെയിൽവേ ട്രാക്കിന് സമീപമൊക്കെ താമസിക്കുന്നവർക്ക് അപ്പൊ 12:30-ക്ക് ജയന്തി ജനത അങ്ങോട്ട് പോകും. 12:30-ക്ക് ജയന്തി ജനത പോകുന്നത് അവരുടെ മനസ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ഒരു 2 മണിക്കൂർ വൈകി കഴിഞ്ഞാൽ അവർ എഴുന്നേക്കും. എന്തൊന്നും പോയില്ലല്ലോ. അങ്ങനെയാണ് 2:30-ക്ക് അത് ചിഹ്നം വിളിച്ചുകൊണ്ട് അവർ പറഞ്ഞു. കാരണം അതുകൊണ്ട് ഈ ജാഗ്രത അവസ്ഥയിൽ നമ്മൾ പലതും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വപ്നാവസ്ഥയിൽ സൂക്ഷ്മതലത്തിൽ പലതും ഉറഞ്ഞുകൂടി നിൽക്കുന്നുണ്ട്. സൂക്ഷ്മതലത്തിലുള്ളതിനെയൊക്കെ ഒന്നിങ്ങോട്ട് എന്താ പറയാ അടർത്തിയെടുക്കണമെങ്കിൽ
അവിടെ ധ്യാനം വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ്. ധ്യാനം അവിടേക്കുള്ളതാണ്. അതുകൊണ്ട് ബാഹ്യമായിട്ടുള്ളതിനെ പുറത്തു നിർത്തി പിന്നെ അകത്തേക്ക് കയറുന്നത് എന്താണ്? പ്രാണനും അപാനനുമാണ്. ആ പ്രാണാപാനന്മാരിൽ ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിച്ച് അതിനെ ഏകമാക്കിക്കൊണ്ട് എന്തു വേണം? സമാധിയെ അനുഭവിക്കാൻ, സമമാക്കി അതിനെ അനുഭവിക്കാൻ. മുനി അനുഭവിക്കുന്നവനാണ് മുനി. അങ്ങനെ അനുഭവിക്കുന്നവൻ എന്താ പറയാ? മുക്തനാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. തുടർന്ന് ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. ഓം തത്സത് ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ കർമ്മസന്ന്യാസയോഗോ നാമ പഞ്ചമോധ്യായഃ. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിം ഋച്ഛതി. ഇത് പറഞ്ഞ് ഭഗവാൻ 5-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം ഉപസംഹരിക്കുന്നു. യജ്ഞതപസാം, യാഗ തപസ്സിന്റെ അറിവന്യ തപസ്, ജ്ഞാനയജ്ഞേന എന്നൊക്കെ പറഞ്ഞു ഭഗവാൻ മുൻപ്. യാഗ തപസ്സുകളുടെ ഭോക്താരം, ഫലം അനുഭവിക്കുന്നവനും, സർവലോക മഹേശ്വരം, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഈശൻ മഹേശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും അടിസ്ഥാനമായിട്ടുള്ള അവനും, സർവഭൂതാനാം സുഹൃതം, സർവഭൂതാനം പ്രപഞ്ചത്തിൽ ഒന്നൊഴിയാതെ എല്ലാറ്റിന്റെയും സുഹൃത്ത്, പ്രിയങ്കരനാണ് എന്ന് പറയാം. അതുകൊണ്ട് ഈശ്വരനെ ദയവ് ചെയ്ത് നിങ്ങൾ ഈശ്വരനെ ചൂണ്ടിയിട്ട് പേടിപ്പിക്കാൻ പാടില്ല. അവൻ എല്ലാവരുടെയും സുഹൃത്താണ്, എല്ലാവരുടെയും സുഹൃത്താണെന്ന് പറയാം. പക്ഷെ നമ്മൾ പറയും, ചെറുപ്പത്തിൽ തന്നെ കുട്ടികളോട് പറയും, എടാ ഈശ്വരനെ പേടി വേണം, നിനക്ക് ആരെയും പേടിയില്ലെങ്കിലും ആരെ പേടിക്കണം? ഈശ്വരനെ പേടിക്കണം. ഈ ലോകത്തിൽ പേടിക്കേണ്ടാത്തതായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ അത് ഈശ്വരനാണ്. ബാക്കിയുള്ളതിനെയൊക്കെ പേടിക്കണം. ഈശ്വരനെ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം. സർവഭൂതാനാം സുഹൃതം, അതെല്ലാവരുടെയും സുഹൃത്താണ്. മാം ജ്ഞാത്വ, എന്ന് എന്നെ അറിഞ്ഞിട്ട്. അപ്പൊ ഭഗവാനെ എങ്ങനെയാ അറിയേണ്ടത്? ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെയാണ്. മാം ജ്ഞാത്വ മുനിഹി യോഗി ശാന്തിം ഋച്ഛതി. ഇങ്ങനെ എന്നെ അറിയുന്നവൻ ശാന്തിയെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു. ഈ അധ്യായം അവസാനിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.